ഹായ് വെൽക്കം ഓൾ. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 2 അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ നിങ്ങൾ എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു എക്സാം എഴുതുന്ന സമയത്ത്. ഇത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്, മാത്രമല്ല ഇത് നിബോഷിന്റെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഒരു എക്സാമിനെ പോലെയല്ല ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ നിബോഷ് IGC സർട്ടിഫൈഡ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിബോഷ് IGCയുടെ ഒരുപാട് ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ട്. ഓരോ എലമെന്റിന്റെ അണ്ടറിലും ഒരുപാട് ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ട്. ഓക്കെ, എന്താ ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല. ഓക്കെ, ഈ ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ നിബോഷ് IGC എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിബോഷിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് പോയാൽ നിബോഷ് IGC ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ് ഇൻ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്നുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. അതിൽ റിസോഴ്സസ് എന്നുള്ള ഭാഗത്ത് പോയാൽ നിബോഷ് ലേണർ ഗൈഡൻസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ സിലബസ് ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ നിബോഷ് IGCക്ക് ഏതൊക്കെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ട് ഇപ്പോൾ. കാര്യം നിങ്ങൾ നെക്സ്റ്റ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരാണ്. ഇത് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ നിബോഷ് IGCയുടെ സിലബസ് എന്താണെന്നോ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല അത്. പകരം എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ടോപ്പിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എങ്ങനെ എഴുതണം എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനെ കുറിച്ചും ഇതിന്റെ സിലബസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്, നിങ്ങൾ ആ വീഡിയോസ് പോയി കാണേണ്ടതുണ്ട്. ഇനി ആദ്യം നിങ്ങൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകളൊക്കെ പഠിച്ചു, നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. ഈ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് ഒരു പ്രത്യേക സ്കില്ല് തന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നിങ്ങളുടെ മുന്നിൽ വളരെ കുറഞ്ഞ സമയമുള്ളൂ, എനിക്കറിയും. ആ കുറഞ്ഞ സമയം മതി നിങ്ങൾക്ക് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ പറയാം, ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ 15-20 വർഷം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ മറ്റു ക്വാളിഫിക്കേഷൻ ചെയ്ത് നല്ല നോളജ് ഉള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ നിബോഷ് IGCയുടെ കോഴ്സ് മെറ്റീരിയൽ തന്നെ വളരെ അധികം മനസ്സിലാക്കി വെച്ച ഒരാളാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത്, ഒരു സിനാരിയോ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് മനസ്സിലാക്കി ഈ എക്സാമിനർ എന്താണ് ഈ ആൻസറിൽ നിന്ന് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. അങ്ങനെ ഉത്തരം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വൃത്തിയായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതാണ് ഒരുപാട് ആളുകൾ എന്താ നിബോഷ് IGC ഇത്ര ടഫാണോ, എന്താണ് ഇത്ര ഫെയിലിയർ വരാൻ കാരണം, ഒരു മൊത്തത്തിലൊരു ധാരണയുണ്ട്. ഇത് വളരെ ഹാർഡായിട്ടുള്ളൊരു എക്സാമിനേഷൻ ആണ്, അതുകൊണ്ട് ഇത് പഠിച്ച പാസ്സാവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു മിത്ത്. കറക്റ്റ് അല്ല അത്. ഞാൻ കറക്റ്റ് അല്ല എന്ന് പറയാൻ കാര്യം, നിങ്ങൾ എഴുതുന്ന ആൻസർ നല്ല രീതിയിൽ എഴുതി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, ബട്ട് അത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ തന്നെയാണോ എഴുതിയത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇല്ല, ലേണിംഗ് ഒബ്ജക്റ്റീവ്സുകൾ, അതായത് നിബോഷ് പഠിപ്പിച്ച് ചില ടെക്നിക്കൽ പോയിന്റ്സുകളൊക്കെ ഉണ്ടാവും. ആ ടെക്നിക്കൽ പോയിന്റ്സുകളൊക്കെ ഇതിൽ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാർക്ക് കിട്ടില്ല. ഓക്കെ, സോ ഇനി നിങ്ങളുടെ മുന്നിലുള്ള കുറച്ച് സമയത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എക്സാം ഓറിയന്റഡ് പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്. ഈ എക്സാം ഓറിയന്റഡ് പ്രിപ്പറേഷൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഐഡിയൽ ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യം ഈ വേറെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 2022 ചോദിച്ച ഓപ്പൺ ബുക്ക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഐഡിയൽ ആൻസറുമാണ്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഷെയർ ചെയ്യാം. ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടുണ്ടായിരിക്കും, സോ ഒരുപാട് എക്സ്പ്ലനേഷൻ അതിന് തന്ന് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.
പെട്ടെന്ന് ഇപ്പോൾ സിനാരിയോ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് പറയാം. അതിനു മുമ്പ് നിങ്ങൾക്കിപ്പോൾ ഈ സിനാരിയോ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പോസ് ചെയ്യാം, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം മുന്നോട്ട് പോകാം. ഒരു കാർ ഷോറൂമിനെ പറ്റിയാണ് സിനാരിയോ പറയുന്നത്. കാർ ഷോറൂമിൽ എല്ലാവരും സെയിൽസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അവർക്ക്. ഈ സെയിൽസ് ടീമിന് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സുകൾ, ബോണസസുകൾ കൊടുക്കുന്നുണ്ട്. കമ്പനിയിൽ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഓർഗനൈസേഷനിൽ ഹൈറാർക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ട്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പേഴ്സൺ. അതിന് താഴെ ഹെഡ് ഓഫ് സെയിൽ ഉണ്ട്, അതിന് താഴെ സൂപ്പർവൈസർ ഉണ്ട്, അതിന് താഴെ അപ്രന്റീസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഹൈറാർക്കി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഈ കാർ ഷോറൂം ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്. ആ കാർ ഷോറൂമിന്റെ ബിൽഡിങ്ങിനുള്ളിൽ 3 സെപ്പറേറ്റ് ഓഫീസസുകൾ ഉണ്ട്. ഒന്ന് ഹെഡ് ഓഫ് സെയിലിനുള്ളതാണ്, മറ്റൊന്ന് MDക്ക് ഉള്ളതാണ്, മറ്റൊന്ന് വിസിറ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരുന്ന അവർക്ക് വെയിറ്റിംഗ് ഏരിയക്കുള്ളതാണ്. വെയിറ്റിംഗ് ഏരിയയിൽ ബേസിക് ഫെസിലിറ്റീസ്, അതായത് വെൽഫെയർ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രിങ്ക്സ് ഡിസ്പെൻസിങ് മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറിന് സീറ്റിങ്ങും ബാക്കി ചിലപ്പോൾ ചില മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ് ഇതൊക്കെ ഉണ്ട്. ടെലിവിഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ വൃത്തിയിലാണ് അവർ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഗുഡ് ഹൗസ് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ ചില കാറുകൾ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻസൈഡ് ദ ഷോറൂം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാർ ഒക്കെ പുറത്ത് വളരെ നീറ്റായിട്ട് വൃത്തിയിലും വെടുപ്പിലുമാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ 12 ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് ബേസ് ഉണ്ട്. വിസിറ്റിംഗ് കസ്റ്റമേഴ്സിന്റെ വാഹനം പാർക്ക് ചെയ്യാനായിട്ട്, ടെസ്റ്റ് ഡ്രൈവിങ്ങിന്റെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി. ഏതായാലും ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് തരുന്നത് വളരെ വൃത്തിയുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് അല്ലേ? പക്ഷെ 3ാമത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അതിന്റെ ഡയറക്ഷൻ ഒന്ന് മാറും. ഹെഡ് ഓഫ് സെയില് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഷോറൂമിൽ. അയാള് കാർ സെയിലില് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതും സേഫ്റ്റിയിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്തിട്ട്. They are driven by car sales, usually at the expense of safety എന്ന് പറഞ്ഞാൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാറ്റേഴ്സിൽ പലപ്പോഴും കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഇവർ സെയിൽസിൽ ഫോക്കസ് ചെയ്യുന്നത്. This attitude is shared by the leadership and the sales supervisor. അപ്പൊ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് ഫസ്റ്റ് പ്രിയോറിറ്റി ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് അല്ല, പകരം സെയിൽസിനാണ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അത് ഈ ടോപ്പ് ലെവൽ മുതൽ താഴെയുള്ള എല്ലാ ആളുകളിലേക്കും എന്താവുന്നുണ്ട്, ഇങ്ങനെ കൈമാറുന്നുണ്ട്. മാത്രമല്ല അതിന് താഴെ ഒരു സെയിൽസ് സൂപ്പർവൈസർ ഉണ്ട്. സെയിൽസ് സൂപ്പർവൈസർ വളരെ അയാളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അന്ന് കാര്യം സെയിൽസ് സൂപ്പർവൈസർ ബാക്കിയുള്ള MDയെ പോലെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് സെയിലിനെ പോലെയല്ല, ബാക്കിയുള്ള വർക്കേഴ്സിനുമായിട്ട് കൂടുതൽ ഇന്ററാക്റ്റീവ് ആകുന്ന ഒരാളാണ്. ഓക്കെ, കാരണം ബാക്കിയുള്ള വർക്കേഴ്സിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ താഴെ വർക്ക് ചെയ്യുന്ന ഇയാളെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക്. പിന്നെ ഈ നിബോഷിനെ നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഒരു സിനാരിയോയിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ ജനറലി ന്യൂട്രൽ ആയിട്ടാണ് കാര്യങ്ങൾ പറയുക. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഇവരെ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ ദേ എന്നാണ് പറയാ. അപ്പോൾ നമ്മൾ സാധാരണ ഹി ഓർ ഷീ എന്ന് പറയുന്നിടത്ത് ഇത് ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഹെഡ് ഓഫ് സെയിൽ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആണായിരിക്കും വരുന്നുണ്ടായിരിക്കാം ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ. കാര്യം നമുക്ക് അവിടെ ഒരു മൈൻഡിൽ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളിത് ഹി എന്നായിരിക്കും വായിക്കുക. ബട്ട് ബേസിക്കലി അവരുദ്ദേശിക്കുന്നത് ഒരാളെ കുറിച്ച് തന്നെയാണ്, ഒരുപാട് ആളുകളെ കുറിച്ചല്ല. ബട്ട് ദേ എന്ന് ഉപയോഗിക്കാനുള്ള കാര്യം അയാൾ ആണാണോ പെണ്ണാണോ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. സോ ജെൻഡർ ന്യൂട്രൽ ആക്കിയിട്ടാണ് ഇവിടെ നിബോഷ് അവരുടെ സിനാരിയോയിൽ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദെൻ അങ്ങനെ അവിടെ ഒരു 17-year-old സെയിൽസ് അപ്രന്റീസ് വന്നിട്ടുണ്ട്. അയാൾക്ക് വളരെയധികം ഫ്രീഡം ഉണ്ട്. അയാൾ എന്താന്ന് വെച്ചാൽ അയാൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെയിൽസ് ടാർഗറ്റിലാണ് അവരുടെ ഫോക്കസ് ഉള്ളത്. എന്നിട്ടോ ഇങ്ങനെ സെയിൽസ് ടാർഗറ്റ് മീറ്റ് ചെയ്താൽ ബോണസസ് കിട്ടും. സെയിൽസ് അപ്രന്റൈസ് ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ഫിറ്റ് ആകാൻ ട്രൈ ചെയ്യുന്നു. ഒരു ടേം ഫിറ്റിൻ, അതായത് ഈ സെയിൽസ് സൂപ്പർവൈസർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സെയിൽസ് അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ഒരു യങ് പേഴ്സൺ ആണ്. നമ്മൾ 3ാമത്തെ എലമെന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യങ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആവാൻ ചാൻസ് ഉള്ള ആൾ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും.
അപ്പൊ ഈ ഒരു നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് ഉള്ളത് കാരണം അയാൾ അവിടെ ഫിറ്റ് ഇൻ ആവാൻ ഹാർഡ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നു എന്നർത്ഥം. ഏതായാലും അയാൾ അവിടെ ഒരു ഹോഴ്സ് പ്ലേ കളിക്കുന്നത് കാണാൻ പറ്റും. സെയിൽസ് സൂപ്പർവൈസറെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറെ കൊണ്ടൊക്കെ ഉണർത്തുക കിടന്നുറങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ച് ഇങ്ങനെ കളിക്കുന്ന നേരത്തും ഈ സെയിൽസ് സൂപ്പർവൈസർ അതിനൊരു കോമഡി ആയിട്ടാണ് കാണുന്നത്. അതല്ലാതെ ഒരിക്കലും അതൊരു അൺസേഫ് ബിഹേവിയർ അല്ലെങ്കിൽ അൺസേഫ് ആക്ട് ആയിട്ട് ഇയാൾ ഇതിനെ കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു മാരകമായിട്ടുള്ള പ്രശ്നമാണ്. എങ്ങനെ ആ പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് വേറൊരു ടീമിനെ പറയുന്നുണ്ട്. അത് സീനിയർ സെയിൽസ് പേഴ്സൺ ആണ്. ആ കമ്പനിയിൽ വേറൊരാൾ കൂടി ഉണ്ട്, സീനിയർ സെയിൽസ് പേഴ്സൺ. ഇയാൾ കുറച്ച് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളാണ്. കാര്യം അയാൾക്ക് അവിടെ ഒരുപാട് സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല അയാൾ സേഫ്റ്റിയെ കുറിച്ചൊക്കെ കുറച്ച് കൺസേൺ ആണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് റിലേറ്റീവ് പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ ലാക്ക് ഓഫ് അറ്റൻഷൻ ഈ ഡ്യൂറിങ് ദ മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾസ് ഇയാളെ വളരെ കൺസേൺ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ വാഹനങ്ങൾ മാറ്റുമ്പോഴൊക്കെ ഒരു ശ്രദ്ധയില്ലാതെയാണ് മാറ്റുന്നത് എന്നുള്ളത് ഈ സീനിയർ സെയിൽസ് പേഴ്സണെ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. സൈൻ ബോർഡുകളൊക്കെ പറയുന്നത് ഡി നോട്ട് യൂസ് മൊബൈൽ വൈൽ ഡ്രൈവിംഗ് എന്ന് പറയുന്നുണ്ട്. സ്റ്റിൽ അവിടെ വർക്കേഴ്സ് എല്ലാം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാഹനങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം പലപ്പോഴും സെയിൽസ് സൂപ്പർവൈസർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഈ സീനിയർ പേഴ്സൺ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും നിയർ മിസ്സസുകൾ കണ്ടിട്ടുണ്ട്. നിയർ മിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഇഞ്ചുറി, ഡാമേജ് ഓർ ലോസ് ഉണ്ടാവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻസിഡന്റ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിനുള്ള കാരണം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റഷിംഗ് ദ ജോബ്, അവിടെ പെട്ടെന്ന് ജോലി തീർക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് പലപ്പോഴും. അങ്ങനെ പറഞ്ഞാൽ അവിടെ സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ്. വർക്ക് സ്ട്രെസ് ഉണ്ട്. വർക്കിനെ നല്ല രീതിയിൽ എന്തായിട്ടില്ല, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അലൊക്കേറ്റ് ചെയ്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഹ്യൂമൻ റിസോഴ്സ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഈ ജോബ് പെട്ടെന്ന് തീർക്കാനുള്ള ഒരു വർക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് വെഹിക്കിൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്താവുന്നത്, ഈ നിയർ മിസ്സസുകൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സ്പീഡിങ് ദ കാർ അറ്റംപ്റ്റ് ടു ഷോ ഓഫ്, അത് മറ്റൊരു കാര്യമാണ്. ഷോ ഓഫിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കാറ് പാർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ യങ് പേഴ്സൺ, അപ്രന്റീസ്, അയാള് എന്താ ഒരു ഓവർ എന്തൂസിയാസ്റ്റിക് ആയിരിക്കും. നമ്മൾ ക്ലാസ് പറഞ്ഞിരുന്നു. അതായത് ഒരു കാര്യം മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരിക്കും. അത് പലപ്പോഴും നിയർ മിസ്സിലേക്കും ശേഷം ആക്സിഡന്റിലേക്കും നയിക്കും. അതുപോലെ തന്നെ ഇയാൾ മനസ്സിലാക്കിയെടുത്തോളം ഇതിനൊക്കെ ഉള്ള കാരണം ലാക്ക് ഓഫ് ട്രെയിനിങ് ആണ്, ലാക്ക് ഓഫ് സൂപ്പർവിഷൻ ആണ്. അതുപോലെ തന്നെ നിലവിലുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാം, ദാറ്റ്സ് പാർട്ട് ഓഫ് ട്രെയിനിങ് അല്ലെ. വെരി ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഡക്ഷൻ ട്രെയിനിങ് അത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആണ് അവിടെ കൊടുക്കുന്നത്. Then there have been other similar events in the past, some involving minor injuries. അതല്ലാതെ നിയർ മിസ്സസുകളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അതല്ലാതെ തന്നെ മൈനർ ഇഞ്ചുറീസ് സംഭവിച്ച ആക്സിഡന്റുകളും ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ അർത്ഥം. ബട്ട് ദർ ഇസ് നോ റെക്കോർഡ് ഓഫ് എനി ഓഫ് ദീസ് നിയർ മിസ്സസ് ആൻഡ് ഇഞ്ചുറീസ്. അങ്ങനെ പറഞ്ഞാൽ ആക്സിഡന്റുകൾക്കോ നിയർ മിസ്സസുകൾക്കോ റെക്കോർഡില്ല. രണ്ടും രണ്ട് കാര്യമാണ്. ഇനി in the last 12 years only one fire related incident has been recorded. കഴിഞ്ഞ വർഷമായിട്ട് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഒറ്റ ഫയർ റിലേറ്റഡ് ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഫയർ റിലേറ്റഡ് ആക്സിഡന്റ് ഒരു ഫോൾസ് അലാം ആയിരുന്നു. where a child had read the instruction on one of numerous fire call points that read break glass, press here. Okay, അതായത് മാനുവൽ കോൾ പോയിന്റ് ഉണ്ട്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. MCP, മാനുവൽ കോൾ പോയിന്റ് അല്ലെങ്കിൽ ഫയർ കോൾ പോയിന്റ് എന്ന് പറയാൻ പറ്റും. ഒരു ഫയർ കണ്ടാൽ, ഒരു ഏരിയയിൽ ഒരു ഫയർ കണ്ടാൽ പെട്ടെന്ന് നമ്മൾ എക്സിറ്റിലേക്ക് പോകും. എക്സിറ്റിലേക്ക് പോകുന്ന വഴിയിൽ ഈ MCP ഉണ്ടായിരിക്കും, മാനുവൽ കോൾ പോയിന്റ് ഉണ്ടായിരിക്കും. അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ രക്ഷപ്പെടാനായിട്ട്. അപ്പോൾ അത് അലാം ആക്ടിവേറ്റ് ചെയ്യും. ഇത് ഒരു കുട്ടി ആ ഇൻസ്ട്രക്ഷൻ വായിച്ച് ബ്രേക്ക് ദ ഗ്ലാസ്, പ്രസ് ഹിയർ എന്ന് വായിച്ചതിന് ശേഷം ആ കുട്ടി ആ വായിച്ച അതേ രൂപത്തിൽ ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാനുള്ള ആ കുട്ടി ചെയ്തോന്നല്ല, നമുക്ക് നോക്കാനുള്ളത് അവിടെ ഫയർ പോയിന്റുകൾ അല്ലെങ്കിൽ മാനുവൽ കോൾ പോയിന്റുകളൊക്കെ ഒരുപാടുണ്ട്. ന്യൂമറസ് ഫയർ കോൾ പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് സൈൻ, റൈറ്റ്? അതുപോലെ തന്നെ അവിടെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്, ബട്ട് ഇൻസ്ട്രക്ഷൻ ക്ലിയർ അല്ല. ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി ആക്ടിവേറ്റ് ചെയ്യില്ല അല്ലെ. ബ്രേക്ക് ദ ഗ്ലാസ്, പ്രസ് ഹിയർ എന്നാ എഴുതിയത്. പകരം ഇൻ കേസ് ഓഫ് എമർജി അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് ഫയർ ബ്രേക്ക് ദ ഗ്ലാസ്, പ്രസ് ഹിയർ എന്ന് വളരെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ
ആ കുട്ടി അത് ചിലപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുമായിരുന്നില്ല. സി ദെൻ സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ദ ചൈൽഡ് ഡിഡ്. അപ്പൊ ആ പറഞ്ഞ പോലെ തന്നെ കുട്ടി ചെയ്തു, പൊട്ടിച്ച് ആക്ടിവേറ്റ് ചെയ്തു. The sales supervisor has assumed the role of fire marshal. ഫയർ മാർഷൽ ആയിട്ട് അസ്യൂം ചെയ്തത് ആരാണ്? സെയിൽസ് സൂപ്പർവൈസറെയാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇതിന്റെ ക്ലോസിംഗ് ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ ആൻസേഴ്സ് കണ്ടു. ഇപ്പൊ ഈ ഒരു ഭാഗം പല കാൻഡിഡേറ്റ്സും എന്തായിട്ടുണ്ട്, തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ഞാൻ ക്ലിയർ ആക്കി പറയാം. ഈ ഫയർ മാർഷൽ അസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എംപ്ലോയറുടെ ഡ്യൂട്ടി കൺവെൻഷൻ 155 റെക്കമെൻഡേഷൻ 164 പ്രകാരം ഒരു എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ് കോമ്പിറ്റന്റ് പേഴ്സൺ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത്. അതായത് ഒരു ഫയർ സിനാരിയോയിൽ ഫയറിനെ ഫൈറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത്. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ആൾ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ. മറ്റൊന്ന്, നിലവിലുള്ള ഒരാള് അയാൾക്ക് ഈ ജോലി അസ്യൂം ചെയ്ത് കൊടുക്കുക, അയാൾക്ക് ഈ ഡ്യൂട്ടി കൂടെ എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? അസ്യൂം ചെയ്ത് കൊടുത്ത് ദാറ്റ്സ് ഓക്കെ. സെയിൽസ് സൂപ്പർവൈസർക്ക് ഫയർ മാർഷലിന്റെ ഡ്യൂട്ടി കൂടി അസ്യൂം ചെയ്ത് കൊടുക്കാം, അത് ഒരു വലിയ പ്രശ്നമല്ല, ദാറ്റ്സ് ഓക്കെ. ബട്ട് അയാൾ അതിന് കോമ്പിറ്റന്റ് ആയിരിക്കണം എന്നുള്ളത് മറ്റൊരു കണ്ടീഷനാണ്. ബട്ട് ഇൻ ദിസ് കേസ് ഹി ഓർ ഷീ ഈസ് നോട്ട് കോമ്പിറ്റന്റ്. അതാണ് നമ്മുടെ പോയിന്റ്. And also untrained. അതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ. Escorted visitors and workers to the assigned assembly point. See, അവിടെ ഒരു അസൈൻഡ് അസംബ്ലി പോയിന്റ് ഉണ്ട്, നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള അസംബ്ലി പോയിന്റ് ഉണ്ട്. നോമിനേറ്റഡ് ഇൻ ദ റിട്ടേൺ എമർജൻസി പ്രൊസീജിയർ. അവിടെ റിട്ടേൺ എമർജൻസി പ്രൊസീജിയറും അപ്പൊ അവിടെ ഉണ്ട്. നോട്ട് ഈവൻ ദ വർക്കേഴ്സ് റിയലി knew what they were doing, as such events do not happen very often. And no one can remember ever practicing the emergency procedure. ഇങ്ങനെ എമർജൻസി പ്രൊസീജിയർ പ്രാക്ടീസ് ചെയ്തതായിട്ട് ആർക്കും ഓർമ്മയില്ല. അങ്ങനെ പറഞ്ഞാൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പൊ പ്രാക്ടീസിങ് ദ എമർജൻസി നമ്മൾ മൂന്നാമത്തെ എലമെന്റ് ഡിസ്കസ് ചെയ്തിരുന്നു, എമർജൻസി പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് പല പോയിന്റ്സുകൾ പറഞ്ഞിരുന്നു, നമുക്ക് നോക്കാം. ദെൻ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് സീനിയർ സെയിൽ പേഴ്സൺ ടോക്സ് ഇൻ കോൺഫിഡൻസ് ടു സെയിൽ സൂപ്പർവൈസർ അബൌട്ട് ദീസ് സേഫ്റ്റി കൺസെപ്റ്റ്സ്. അയാള് ഈ സെയിൽ സൂപ്പർവൈസറോട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നു. ആര്? സീനിയർ പേഴ്സൺ ആണ് അയാൾ. അയാൾ പറയുന്നു. പക്ഷേ സെയിൽ സൂപ്പർവൈസർ പറഞ്ഞത് എന്താ വെച്ചാല്, സെയിൽ സൂപ്പർവൈസർ റിപ്ലൈസ് ദാറ്റ് management feels that overall fire risk is low and there is no need for frequent fire drills. ഇവിടെ ഓവറോൾ ഫയർ റിസ്ക് വളരെ കുറവാണ്, അതുകൊണ്ട് ഫ്രീക്വന്റ് ഫയർ ഡ്രിൽ നടത്തേണ്ട ആവശ്യം ഇല്ല എന്നാണ് മാനേജ്മെന്റ് റിപ്ലൈ എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ റിപ്ലൈ അഡിക്വേറ്റ് ആണോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ HST 245 ഗൈഡിൽ പറഞ്ഞിരുന്നു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആക്സിഡന്റിന്റെ ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റിന്റെ റിസ്കിനെ മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അതിന്റെ ലൈക്ലിഹുഡ് ഓഫ് റെക്കറൻസ്, അത് വീണ്ടും സംഭവിക്കാനുള്ള ചാൻസ് എത്രയാണ്. രണ്ടാമത്തെ കാര്യം, ദ വേഴ്സ്റ്റ് പൊട്ടൻഷ്യൽ കേസ്, ദ വേഴ്സ്റ്റ് പൊട്ടൻഷ്യൽ കോൺസിക്വൻസ്, അതെന്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ റിസ്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ മാനേജ്മെന്റ് പറഞ്ഞ പോലെ ലൈക്ലിഹുഡ് ഓഫ് റെക്കറിങ് വളരെ കുറവാണ്, ദാറ്റ്സ് ഫൈൻ. ലൈക്ലിഹുഡ് ഓഫ് റെക്കറിങ് കുറവാണ്, വീണ്ടും സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ്. ബട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേഴ്സ്റ്റ് പൊട്ടൻഷ്യൽ കോൺസിക്വൻസ് എന്താ, അത് വളരെ വലുതാണ്. കാര്യം അവിടെ പെട്രോൾ ഉണ്ടായിരിക്കും, ഡീസൽ ഉണ്ടായിരിക്കും, ഫ്യൂവൽ ഉണ്ടായിരിക്കും, അല്ലേ? ഈ വെഹിക്കിൾസ് അല്ലേ. സോ അങ്ങനെ ഒരു കേസ് വന്നാൽ ഒരു ചെയിൻ ഓഫ് ഫയർ ആയിരിക്കും ഉണ്ടാവുക. ഒരു സ്ഥലത്ത് ഫയർ സ്റ്റാർട്ട് ചെയ്താൽ എല്ലാ വെഹിക്കിൾസും കത്തി ഒരു മൾട്ടിപ്പിൾ ഒറിജിൻ ആയിരിക്കും ഫയറിന് ഉണ്ടായിരിക്കാം. സോ ദ ക്യുമുലേറ്റീവ് റിസൾട്ട് വിൽ ബി ഹ്യൂജ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നിസ്സാരമാക്കി കളയാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. ബട്ട് മാനേജ്മെന്റിന് ആ കാര്യം അറിയില്ല. മാനേജ്മെന്റ് എന്ത് മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്തത്? ലൈക്ലിഹുഡ് ഓഫ് റെക്കറിങ് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അവര് വേഴ്സ്റ്റ് പൊട്ടൻഷ്യൽ കോൺസിക്വൻസ് ഫോക്കസ് ചെയ്തിട്ടില്ല. Then let's see. Senior salesperson is confused and highlights that petrol vehicles are in the showroom. Petrol vehicle ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സീനിയർ പേഴ്സൺ.
and emphasizes the compliance obligation to inform, check, learn and improve through such drills. അത് ഒരു എന്താണ്, ലീഗൽ റിക്വയർമെന്റ് ആണ്. ഇറ്റ്സ് എ ലീഗൽ റിക്വയർമെന്റ്. നിങ്ങൾ ഫയർ ഫൈറ്റിങ്ങിനുള്ള അറേഞ്ച്മെന്റ്സുകള്, അതുപോലെ തന്നെ എമർജൻസി പ്രൊസീജിയറിന്റെ പ്രാക്ടീസിങ്, അത് ഇൻഫോം ചെയ്യണം, അതിന്റെ അറേഞ്ച്മെന്റ്സുകൾ റെഗുലറി ഇൻസ്പെക്ട് ചെയ്യണം, അത് ബാക്കിയുള്ളവരെ പഠിപ്പിക്കണം, അത് പ്രാക്ടീസ് ചെയ്യുകയും വേണം എന്നുള്ളത് ഒരു ലീഗൽ റിക്വയർമെന്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ ഈ സീനിയർ സെയിൽസ് പേഴ്സൺ പറയുന്നുണ്ട്. They finish the conversation by pointing out that all fire action notices around the building are not just there for the benefits for visitors, but help protect the people and to satisfy insurers too. ഒരു കാര്യം കൂടി അയാൾ പറഞ്ഞു നിർത്തി, അയാളെ കൊണ്ട് നടക്കില്ലാന്ന് തോന്നിയപ്പോൾ അയാൾ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തി. എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ഫയർ റിലേറ്റഡ് ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഏജൻസി നമുക്ക് നോട്ടീസ് തരും, പ്രൊഹിബിഷൻ നോട്ടീസും ഇംപ്രൂവ്മെന്റ് നോട്ടീസുമായിട്ടുള്ള നോട്ടീസ് തരും. അത് ജസ്റ്റ് വിസിറ്റേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയുള്ള കാര്യം മാത്രമല്ല, അത് വർക്കേഴ്സിനെ, അവിടുത്തെ വർക്കേഴ്സിന് നമ്മുടെ പ്രോപ്പർട്ടി ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടെയും മാത്രമല്ല, എന്തിനു കൂടെയാണ്, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വന്നാൽ അവർക്ക് വേണ്ട ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് എന്താവുന്നത്, ഈ ലീഗൽ റിക്വയർമെന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ നേരാവണ്ണം പാലിക്കണം എന്നാണ് നമ്മുടെ സീനിയർ സെയിൽസ് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. കാര്യം അയാൾ ഒരു കോമ്പിറ്റന്റ് പേഴ്സൺ ആണ്, അയാൾക്ക് കാര്യങ്ങൾ അറിയും. ഇനിയോ, despite these personal concerns, the senior salesperson still feels a lot of pressure to fit in. Okay, ഇതൊരു പോയിന്റ് ആണ്, lot of pressure to fit in here. അതായത് ഇവിടെ മൊത്തം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു എന്തുണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് സേഫ്റ്റി കൾച്ചർ ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ നെഗറ്റീവ് സേഫ്റ്റി കൾച്ചറിൽ ഇയാൾക്ക് അവിടെ ഫിറ്റ് ഇൻ ചെയ്യാൻ വളരെയധികം പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട്. സോ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പിന്റെ ഇടയിൽ ഫിറ്റ് ഇൻ ചെയ്യാൻ, സോ ഒരു എന്താ പറയാ, ഒരു പിയർ ഗ്രൂപ്പ് പ്രഷർ, ദാറ്റ് ഈസ് നെഗറ്റീവ്. And not worry about the unsafe working that has become common practice. അവിടെ അൺസേഫ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, അതെല്ലാം കോമൺ പ്രാക്ടീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരാൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എടുത്ത് കളിക്കുന്നു, ബട്ട് ദാറ്റ്സ് എ കോമൺ പ്രാക്ടീസ് ദർ. അങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് കൾച്ചർ ഉണ്ടായ ഒരു സ്ഥലത്ത് ഇയാളെ പോലത്തെ ഒരു കോമ്പിറ്റന്റ് പേഴ്സണ് അവിടെ ഫിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. The MD is somewhat detached from the day-to-day practical operations because of attendance at various off-site exhibitions, national and international conference and frequent online meetings. Okay, പുള്ളി വലിയ പുള്ളിയാണ്, സോ അയാൾ എപ്പോഴും ഓപ്പറേഷനൊന്നും കിട്ടില്ല. സ്വാഭാവികമാണ്, MD എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടാവില്ല, അയാൾക്ക് ഓട്ടോ എക്സിബിഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഒരുപാട്, അതിലൊക്കെ അയാൾ എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ they delegate the daily running of showroom to the sales team and any health and safety responsibility to the HOS, that is head of sale. നല്ല ടീമിനെ ഏൽപ്പിച്ച്, അതായത് സെയിൽസ് ടീമിനെയാണ് ഇത് റൺ ചെയ്യാനുള്ള ഏൽപ്പിച്ച കാര്യം. മാത്രമല്ല ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചത് ആരെയാണ്, ഒരു ഹെഡ് ഓഫ് സെയിലിനാണ്. ഈ ഹെഡ് ഓഫ് സെയിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ട്രെയിനിങ് കിട്ടിയിട്ടില്ല, അയാൾ IGC ട്രെയിനിങ് പോലും ഇരുന്നിട്ടില്ല, പാസ്സായതല്ല, ട്രെയിനിങ്ങിന് പോലും ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ റോള് അയാൾക്ക് ഒരിക്കലും എന്തല്ല, സൂട്ടബിൾ അല്ല. ഒരു എംപ്ലോയറുടെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞെടുത്തൊക്കെ പറയുന്നതാണ് കൺവെൻഷൻ 155 പ്രകാരം. ഒരു എംപ്ലോയറുടെ ഡ്യൂട്ടി അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെസ്പോൺസിബിൾ ആയ ആളുകളെ അപ്പോയിന്റ് ചെയ്യണം, സീനിയർ പേഴ്സൺ ഇൻ HSC അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത് കൺവെൻഷനും റെക്കമെൻഡേഷനും പറയുന്ന ഡ്യൂട്ടിയാണ്. അപ്പൊ ആ ഒരു കാര്യം ഇവിടെ മാനേജ്മെന്റ് ചെയ്തിട്ടില്ല. Although the senior person has bravely raised the fire evacuation testing safety issue with the MD in the past, the MD sees no reason to challenge unsafe behaviors and interfere with successful team if it is meeting the sales target. And MD കാണുന്നത് എന്താ വെച്ചാൽ സെയിൽസ് ടാർഗറ്റ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ അപകടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, പിന്നെ ഒരു അൺസേഫ് ബിഹേവിയേഴ്സ് ഉണ്ടായി എന്ന് കരുതി ഒരിക്കലും അതെന്തല്ല, അതൊരു വലിയ കൺസേൺ അല്ല എന്നാണ് അയാളുടെ ഒരു സ്റ്റാൻഡ്. However, they do accept that there have been some lucky escapes from incidents that could have been more serious. എന്നാൽ അവർക്കറിയാം നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്, ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ രക്ഷപ്പെട്ടോളൂ, അല്ലെങ്കിൽ ഒരു വലിയ സീരിയസ് ആക്സിഡന്റ് ഉണ്ടാവുന്നിടത്ത് നമ്മൾ ഇതുവരെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് അവർക്കറിയാം. ബട്ട് നത്തിങ് ബാഡ് ഹാപ്പൻസ് സോ ഫാർ, സോ വൈ വറി? കേട്ടോ,
ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ആൻസറിൽ വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. ദ സീനിയർ സെയിൽസ് പേഴ്സൺ റെസ്പെക്ട്ഫുള്ളി സജസ്റ്റ് എ ഡിഫറെന്റ് വ്യൂ ദാറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് ബോണസസ് ക്യാൻ ബി വൈപ്ഡ് ഔട്ട് ഈസിലി ബൈ ദ ലാർജ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഈവൻ വൺ വർക്ക് പ്ലേസ് ആക്സിഡന്റ്. ഒരു വർക്ക് പ്ലേസ് ആക്സിഡന്റ് മതി നമ്മുടെ ഈ ബോണസസുകളും പ്രോഫിറ്റുകളും ഒക്കെ എന്ത് ചെയ്യാൻ, നഷ്ടപ്പെടാനായിട്ട് എന്നുള്ളത് ആര്, നമ്മുടെ സീനിയർ സെയിൽസ് പേഴ്സൺ ഇയാളെ ഓർമ്മപ്പെടുത്തി. In addition, the unwelcome attention of enforcement agencies and the media, the senior salesperson's view is that it's just a matter of time before a serious accident happens. അയാൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, എൻഫോഴ്സ്മെന്റ് ആക്ഷൻ ഉണ്ടായിരിക്കും, മീഡിയ നമ്മുടെ ഒരു ബാഡ് ആയിട്ട് ചിത്രീകരിക്കും, ഇതിനൊക്കെ കാരണം ഒറ്റ ആക്സിഡന്റ് സംഭവിച്ചാൽ മതി കേട്ടോ എന്നുള്ള കാര്യം സെയിൽസ് സൂപ്പർവൈസർ MD-യോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, that same day in the late afternoon the sales supervisor asks the apprentice to move a car from the car park to a hard standing location right in front of the entrance, ready for customer collection. കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള വാഹനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു 12 ബേ ഉണ്ട്, അതിലെവിടെയെങ്കിലൊക്കെ ആയിരിക്കും പാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ അപ്രന്റീസിനോട് സെയിൽസ് സൂപ്പർവൈസർ പറഞ്ഞു. അപ്രന്റീസ് മാറ്റുന്ന കാറിന്റെ സ്ഥലം അത് ഒരു ഹാർഡ് സ്റ്റാൻഡിങ് ആണ്, അതായത് ഒരു കട്ട വിരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ഹാർഡാണ്. അവിടേക്ക് കാറ് പാർക്ക് ചെയ്യാണ് അയാളോട് പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞതനുസരിച്ച് അയാൾ കാറ് പാർക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. ആ സമയം ദി അപ്രന്റീസ് ലൊക്കേറ്റ്സ് ദി കാർ ആസ് ഇൻസ്ട്രക്റ്റഡ്. As they move the car to the required location, they answer a call. Wow. To their mobile phone and stop the car in front of the showroom. ആ ഷോറൂമിലെ ആ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഏരിയയിൽ അയാൾ സ്റ്റോപ്പ് ചെയ്തു. ബട്ട് അയാളെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു ആ സമയം. While simultaneously raising the mobile phone to the ear with one hand and exiting the vehicle, they trip over the seat belt which has not quite fully retracted. അയാൾ ഒരു സമയം മൊബൈൽ എടുത്ത് മൊബൈൽ ചെവിയിലേക്ക് വെക്കുന്നു, അതേസമയം അയാൾ പാർക്ക് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഒക്കെ വലിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് അയാൾ സീറ്റ് ബെൽറ്റിൽ കൈയ്യട്ടി അയാൾ തട്ടി വീഴുന്നു. They stretch out their other hand to cushion the fall onto the concrete hard standing. ഈ കോൺക്രീറ്റ് ഹാർഡ് സ്റ്റാൻഡിങ് ആട്ടോ, കട്ടല്ല. അപ്പൊ ഈ കോൺക്രീറ്റ് ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇയാള് വീണുപോയി. ആ സമയത്ത് ഒരു കൈ അയാളെ സീറ്റില് പിടിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ദി അപ്രന്റീസ് hastily gets up and looks around in embarrassment to see if anyone is looking and act as if nothing has happened. അയാള് പെട്ടെന്ന് എണീക്കുന്നു അവിടുന്ന്. എന്നിട്ട് വളരെ എന്താ പറയാ വഷളായ രീതിയിൽ അയാൾ ചുറ്റും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അയാൾ അവിടുന്ന് എണീക്കുന്നു. എന്തായാലും സെയിൽസ് സൂപ്പർവൈസർ ഇത് കണ്ടിട്ടുണ്ട്. കാരണം അയാളാണ് ഇയാളോട് പറഞ്ഞ് അയാൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഹാംലെസ് ലുക്കിംഗ് ഇൻസിഡന്റ് ആയിട്ടാണ് അയാൾക്ക് ഇത് തോന്നിയത്. കാര്യം ഒന്നും സംഭവിച്ചില്ല, അയാൾ ആ സമയം തന്നെ എണീറ്റ് പോയിട്ടുണ്ട്. ബട്ട് ലേറ്റർ ദ ടു ഓഫ് ദം ഹാവ് കോൺവെർസേഷൻ ഇൻ ദ റെസ്റ്റ് ഏരിയ അബൌട്ട് ദ ഇൻസിഡന്റ്. ദ സെയിൽസ് സൂപ്പർവൈസർ പ്രോമിസസ് ടു സ്പെയർ ദി അപ്രന്റീസ് എംബ്രേസ്മെന്റ് ബൈ സേയിങ് ഇറ്റ് ഇസ് എ മാറ്റർ ഫോർ you alone. As long as you don't say a word to anyone else, neither will I. കേട്ടോ, ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ച അല്ലെങ്കിൽ ഈ ഇൻസിഡന്റ് സംഭവിച്ചത് അത് നിന്റെ പ്രശ്നമാണ്, നിന്റെ മാത്രം പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ആരോട് പറയില്ല, നീ ഇത് ആരോട് പറയാന്ന് കേട്ടാ. ഇതാണ് അയാള് ഈ റെസ്റ്റ് ഏരിയയിൽ നിന്ന് സെയിൽസ് സൂപ്പർവൈസറോട് പറഞ്ഞത്. അതാണോ അയാൾ പറയേണ്ടിയിരുന്നത്? അല്ല. നമുക്ക് ആൻസർ പറയുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ്. എന്നാലും ഈ ഒരു ടേം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആ റെസ്റ്റ് ഏരിയയിലുള്ള സോഫയോ അല്ലെങ്കിൽ അതിന്റെ വാളിൽ തൂങ്ങുന്ന ചിത്രമോ അവിടെ എത്ര ബൾബ് ഉണ്ടോ എന്നല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ രണ്ടാമത്തെ എലമെന്റിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒന്നാമത്തെ എലമെന്റിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ ഡ്യൂട്ടീസ് പറഞ്ഞ സമയത്ത് മിഡിൽ മാനേജറുടെ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്. മിഡിൽ മാനേജറുടെ ഡ്യൂട്ടി പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അയാളുടെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റീസിലുള്ള ഏതൊരു ആക്സിഡന്റ്, ഇൻസിഡന്റ്, നിയർ മിസ്, ഹസാർഡസ് സിറ്റുവേഷൻസും ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് അയാളുടെ ഡ്യൂട്ടിയാണ്. അതാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ ബുക്ക് എക്സാമിനേഷനിൽ പാസ്സാകാൻ ഒന്നുകൂടെ അടുത്തിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം. Then the following day, the apprentice arrives at work with a plaster cast on their wrist. Plaster cast on their wrist. അപ്പൊ ഇന്നലെ വീണത്
ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. അയാളുടെ റിസ്റ്റ് എന്തായിട്ടുണ്ട്, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. റിസ്റ്റ് ഹാഡ് swollen and became tender and painful. wow, വീങ്ങി വളരെ പെയിൻഫുൾ ആയിട്ട് വന്നു. എക്സ്റേ എടുത്തപ്പോൾ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, സ്മോൾ ഫ്രാക്ചർ റിസ്റ്റിലുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കാസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചുറ്റിയത് അയാളുടെ ഫിംഗേഴ്സിന്റെ മൂവ്മെന്റ് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ, ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും സെയിൽസ് സൂപ്പർവൈസർ അയാളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതാണ് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം. അയാളോട് പറഞ്ഞു, ആരോടും പറയണ്ട ഈ കാര്യം, ബൈക്കിൽ നിന്ന് വീണതാണ് എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി, ഇനി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ. The apprentice agrees and does not see this is a problem. സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം, അപ്രന്റീസ് ഓക്കെ എന്നാണ് പറയുന്നത്. അതൊരു പ്രശ്നമായിട്ട് അയാൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. They are put on light duties until further notice. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഈ കൈക്ക് ഒരു പ്രശ്നമൊക്കെ മാറുന്നവരെ ചെറിയ ഡ്യൂട്ടി വല്ലതും ചെയ്താൽ മതി, കാറ് മൂവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്നുള്ള കാര്യം ഉറപ്പിച്ചു. The senior salesperson is suspicious and later takes the apprentice aside and informs them about the implications of accidents at work. പക്ഷെ സെയിൽസ് സൂപ്പർവൈസർക്ക്, സീനിയർ സെയിൽസ് സൂപ്പർവൈസർക്ക് കാര്യം മനസ്സിലായി. അപ്പൊ അയാള് ഈ ആക്സിഡൻസ് അറ്റ് വർക്കിനെ കുറിച്ചൊക്കെ ഈ അപ്രന്റീസിനോട് പറഞ്ഞു, എത്രത്തോളം ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് നമ്മുടെ അവകാശങ്ങൾ, ഇതൊക്കെ സെയിൽസ് സൂപ്പർവൈസർ, സീനിയർ സെയിൽസ് സൂപ്പർവൈസർ അപ്രന്റീസിനോട് പറഞ്ഞു കൊടുത്തു. ഇതാണ് സിനാരിയോ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സിനാരിയോ ഉണ്ടാവുക. ഞാൻ വളരെ പെട്ടെന്നാണ് വായിച്ചിട്ടുള്ളത്, എന്നിട്ട് തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. ബട്ട് ഇത്രയും ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും. ഞാൻ അറിയാത്തവരാണെങ്കിൽ ഒരു ഏകദേശ ചിത്രം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിനെ ആൻസർ ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസ്, ആൻസർ ചെയ്യേണ്ട പല ടാസ്കുകളുണ്ട്. ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3, ടാസ്ക് 4, ടാസ്ക് 5, ടാസ്ക് ഇങ്ങനെയാണ്. ഓക്കെ, 8 ടാസ്ക് ആണ് നമ്മുടെ മുന്നിലുള്ളത്. 8 ടാസ്ക്. നിങ്ങൾ സിനാരിയോ വായിക്കുമ്പോൾ കണ്ടോ, ഞാൻ PDF വ്യൂവറിലാണ് ഇത് വായിച്ചിട്ടുള്ളത്. അഡോബി റീഡറാണ്. ഈ അഡോബി റീഡറിൽ ഞാൻ വായിച്ചത് സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യം, പോയിന്റ്സുകൾ ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഈ സിനാരിയോയിൽ ഇനി പറഞ്ഞ് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഏതെങ്കിലും ലേണിംഗ് ഒബ്ജക്റ്റീവ്സിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യണം. ഞാൻ അതിനെ കീവേഡ്സ് എന്ന് വിളിക്കാം. ഈ കീവേഡ്സുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ കാര്യം, നിങ്ങളുടെ ആൻസറിൽ ഈ കീവേഡ്സുകൾ വേണം. അപ്പോഴാണ് നിങ്ങളുടെ ആൻസർ സിനാരിയോയിൽ അപ്ലൈ ചെയ്ത ആൻസർ ആയി മാറുന്നത്, അല്ലെങ്കിൽ ജനറിക് ആൻസർ ആയിട്ട് മാറും. ഈ ആൻസർ എഴുതേണ്ടത് നിങ്ങൾക്ക് കൺസെപ്റ്റുകൾ അറിയും, ഈ കൺസെപ്റ്റുകൾ ഈ തന്ന സിനാരിയോയിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് അറിയണം, അതേസമയം സിനാരിയോയും ക്ലിയർ ആയിട്ട് അറിയണം. അപ്പൊ ആ സിനാരിയോ ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയും എന്ന് എക്സാമിനർക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിനാരിയോയുടെ കാര്യങ്ങൾ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യണം ആൻസറിൽ. അപ്പൊ എക്സാമിനർക്ക് മനസ്സിലാവും ഇയാള് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് എഴുതിയതെന്നുള്ളത്. ചില കാൻഡിഡേറ്റ്സിന് മാർക്ക് കുറയാനുള്ള മറ്റൊരു കാരണമാണ് അയാൾക്ക് കൺസെപ്റ്റുകളെ കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയും, ബട്ട് അയാൾ ഈ കൺസെപ്റ്റുകൾ സിനാരിയോയിൽ അപ്ലൈ ചെയ്യാൻ ഫെയിൽ ആയി പോയിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു കേസ് ഉണ്ടാകാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ വീഡിയോ തുടങ്ങി ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ വൺസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ ലൈവ് വീഡിയോ അറ്റൻഡ് ചെയ്യുന്നവരോടല്ല, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി ഭാഗവും നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടായിരിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേറൊരു കാൻഡിഡേറ്റിനും കൂടി ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണലി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അതിന്റെ ലിങ്ക് കാൻഡിഡേറ്റ്സിന് അയച്ചു കൊടുക്കാം. അല്ല, നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ചെയ്യുന്ന എൻഗേജ്മെന്റ്, നിങ്ങൾ ചെയ്യുന്ന ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതും ഒരുപക്ഷെ പുതിയൊരു കാൻഡിഡേറ്റിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാരണമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ആ എൻഗേജ്മെന്റ് തീർച്ചയായിട്ടും വേറൊരു പുതിയ കാൻഡിഡേറ്റിന് ഇത് എത്തിച്ചു കൊടുക്കാൻ യൂട്യൂബിന്റെ അൽഗോരിതത്തെ നിങ്ങൾ സഹായിക്കും. ഓക്കെ, എനിവേ, ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം 3 തവണയെങ്കിലും വായിക്കണം എന്നുള്ളതാണ്. ഈ 3 തവണ വായിക്കുന്നതിന്റെ കാര്യം,
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാവും, രണ്ടാം തവണ വായിക്കുമ്പോൾ വീണ്ടും കാര്യങ്ങൾ മനസ്സിലാവും, മൂന്നാം തവണ വായിക്കുമ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്തിട്ടാല് എനിക്ക് ജസ്റ്റ് ആ ഹൈലൈറ്റിൽ മാത്രം നോക്കിയാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഇനി ആൻസർ എഴുതുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഇത് എവിടേക്കാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അത് ഈ ഹൈലൈറ്റ് ചെയ്താലുള്ള മെച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 3 തവണ വായിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആൻസർ ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ടാവും, നിങ്ങളത് റീനെയിം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻസർ ടെംപ്ലേറ്റ് കിട്ടിയ ഉടനെ ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ റീനെയിം ചെയ്ത് വെക്കണം. എന്നിട്ട് ഓരോ ടാസ്കിലേക്ക് പോകാം. ആദ്യത്തെ ടാസ്ക് വായിക്കാം ഞാൻ. ടാസ്ക് 1, ദി ഇൻഫ്ലുവൻസ് ഓഫ് പിയേഴ്സ്. ഫസ്റ്റ്, കമന്റ് ഓൺ ദി ഇൻഫ്ലുവൻസ് ഓഫ് പിയേഴ്സ് ഓൺ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് ദ കാർ ഷോ. 10 മാർക്കിനാണ് ചോദ്യം. Note, you should support your answer where applicable using relevant information from the scenario. Scenario ഒന്ന് മാക്സിമം ഇൻഫർമേഷൻ എടുത്ത് നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇങ്ങനൊരു ചോദ്യം വന്നാൽ 10 മാർക്കിനാണ് ചോദ്യം. ഒരു ക്വൈറ്റ് ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ചലഞ്ചിങ് എന്നാണ് ഞാൻ പറഞ്ഞത്, ഹാർഡ് എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ്, എങ്ങനെ എഴുതാൻ പറ്റും ഈ ചോദ്യം? 10 മാർക്കിനാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടവരാണ്, ചിലരൊക്കെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തവരാണ്. നിങ്ങൾ പറ, എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. ഇത് നിങ്ങൾ പാരാഗ്രാഫ് ആക്കിയിട്ടാണോ എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കിയിട്ടാണോ എഴുതാൻ പോകുന്നത്? ഇത് പാരാഗ്രാഫ് ആക്കുന്നതല്ല നല്ലത്. ഒരുപാട് കമന്റ് എന്ന് പറഞ്ഞപ്പോൾ ഡൗട്ട്. ഗുഡ്, നല്ല ഒബ്സർവേഷൻ ആണ് ഫാസിൽ, അത് കറക്റ്റ് പറഞ്ഞു. ഇത് പാരാഗ്രാഫ് ആക്കി എഴുതുന്നതാണ് നല്ലത്. വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കണം എന്ന് ആർക്കെങ്കിലും കമന്റ് ഉണ്ടോ? ഓക്കെ, ഞാനും ഒരു ഫാസിലിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഇത് പാരാഗ്രാഫ് ആക്കുന്ന നല്ലത്. അതിന്റെ കാരണം കറക്റ്റ് ഫാസിൽ പറഞ്ഞു. ഇത് കമന്റ് എന്നാണ് കീവേഡ്. ഇപ്പൊ നമുക്കൊരു കാര്യം കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ കണ്ട നല്ല കാര്യം പറയാം, അവിടെ കണ്ട നെഗറ്റീവ് കാര്യങ്ങൾ പറയാം. ഇനി അവിടെ നല്ല ഒരു സിറ്റുവേഷൻ ആക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതും പറയാം. ദാറ്റ് ഇസ് കമന്റ്. അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ആളെ കൺവിൻസ് ചെയ്യുന്ന രൂപത്തിൽ കമന്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് പാരാഗ്രാഫ് ആക്കി എഴുതുന്നതാണ്. ഓക്കെ, ഗുഡ് ഒബ്സർവേഷൻ. പാരാഗ്രാഫ് ആക്കി തുടങ്ങാം. 10 മാർക്കിനാണ് ചോദ്യം. നമ്മുടെ ഫോക്കസ് 10 മാർക്കിനായതുകൊണ്ട് ഒരു 10 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എങ്കിലും ഈ ആൻസറിൽ ഉണ്ടായിരിക്കണം. പക്ഷെ ഈ 10 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അത്ര ഒരു എന്താ പറയുക ഡീപ്പായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, എന്നാലും ക്വൈറ്റ് ചലഞ്ചിങ് ആണ്. പക്ഷെ എഴുതാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം 10 മാർക്കിനാണ്. ഏകദേശം എത്ര വേർഡ്സ് എഴുതേണ്ടി വരും 10 മാർക്കിന്? 10 മാർക്കിന് എത്ര വേർഡ്സ് എഴുതാൻ പറ്റും? 300 അല്ലെ? ഏകദേശം 300. ഇനി കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ആൻസറിൽ പിടിച്ചാൽ മതി. ഏതായാലും 300 ആണ് നമ്മുടെ ഫോക്കസ്. ഇനി എന്തൊക്കെ പോയിന്റ്സുകളായിരിക്കും നിങ്ങൾ ആൻസറിൽ എഴുതാൻ പോകുന്നത്? അത് നിങ്ങൾക്ക് ചെറിയൊരു എഴുതാം, ആൻസർ പ്ലാൻ എഴുതാം. ഞാൻ പറഞ്ഞിരുന്നു ആൻസർ പ്ലാൻ. നിങ്ങൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാത്ത ആൻസർ പ്ലാൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. ഞാൻ ആ ആൻസർ പ്ലാനിനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾ വളണ്ടിയർലി ഉണ്ടാക്കുന്ന ആൻസർ പ്ലാൻ. അങ്ങനെ ഒരു ആൻസർ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കും. ആ ആൻസർ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? അവിടെ നെഗറ്റീവ് ആണെന്നുള്ളതായിരിക്കും മെയിൻ ഇത് വരുന്നത്. ഓക്കെ, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് അത് എംഫസൈസ് ചെയ്ത് പറയണം. നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് ആണ്, പിയർ ഗ്രൂപ്പ് പ്രഷർ ആണ് അവിടെ ഉള്ളത്. അത് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയണം. ഓക്കെ, ഗുഡ്. പിന്നെ എല്ലാവരും കമന്റ് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളല്ല. അതിന് മുമ്പൊരു ചോദ്യം, ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ? ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന് അണ്ടർ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ? ഏത് എലമെന്റിലാണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ. വെരി ഗുഡ്. 3ാമത്തെ എലമെന്റിലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ എന്നുള്ള ഭാഗത്താണ് ഈ ടോപ്പിക് പറയുന്നത്.
ഓക്കെ, പറ വേറെ എന്തൊക്കെ പോയിന്റ്സുകൾ 10 മാർക്കിന് ഇനി എന്തൊക്കെ പോയിന്റ്സുകളാണ് ആഡ് ചെയ്യേണ്ടത്? അതിനകത്ത് ഈ പിന്നെ നമ്മുടെ അപ്രന്റീസ് ഏജ് 17 വയസ്സെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ആടാവോ? യെസ്, അത് ആഡാവും. അത് എങ്ങനെ ആഡാവും? വളരെ ഗുഡ് ഒബ്സർവേഷൻ ആണ് ഇത് സുൽഫിക്കർ. അത് വളരെ നിങ്ങൾക്ക് ഒരു മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ബട്ട് അത് എങ്ങനെയാണ് ഇവിടെ എഴുതേണ്ടതെന്ന് കൂടെ എനിക്ക് പറഞ്ഞു തരണം. നമുക്ക് സിനാരിയോയിൽ നോക്കാം ആ സുൽഫിക്കർ പറഞ്ഞ ഭാഗം എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. ഇവിടെ ഞാൻ 17 years old എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാ അതിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് കൂടെ പറയണം സുൽഫിക്കർ. അതായത് മൈനറായിട്ട് ഒരു വർക്കിങ്ങിനെ എടുക്കാൻ, അതായത് മൈനർ കണ്ടീഷൻ, അവരുടെ മെന്റാലിറ്റി ഒക്കെ ഒരു കുട്ടികളുടേതായ മെന്റാലിറ്റിയിലാണല്ലോ. അതാണല്ലോ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് മറ്റേ ആളെ ഉണർത്തിയത്. അങ്ങനെ കുട്ടിക്കളി കളിക്കുന്ന ഒരു അപ്രന്റീസ് ട്രെയിനികളെയാണ് ഇതിനകത്ത് യൂസ് കൂടുതലും വർക്കേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു മേജർ പോയിന്റ് ആണല്ലോ. ഓക്കെ, വെരി ഗുഡ്. അതായത് നമ്മൾ ഇൻഫ്ലുവൻസ് ഓഫ് പിയറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ആൻസറിന്റെ ഡയറക്ഷൻ. അതിൽ നിന്ന് മാറിപ്പോകരുത്. അതിൽ നിന്ന് മാറാതെ ഈ സുൽഫിക്കർ പറഞ്ഞ കാര്യം എങ്ങനെ എഴുതാൻ പറ്റും ഞാൻ പറയാം. യങ് വർക്കർ എന്ന് പറഞ്ഞാൽ അത് മോർ വൾണറബിൾ ആണ്. മോർ വൾണറബിൾ ആയിട്ടുള്ള ഒരു കാറ്റഗറി, ഈ മോർ വൾണറബിൾ ആയിട്ടുള്ള ഒരു അപ്രന്റീസിനെ അത് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തതിന്റെ പല ഉദാഹരണങ്ങൾ സിനാരിയോയിൽ തന്നെ ഉണ്ട്. അതാണ് സുൽഫിക്കർ പറഞ്ഞ പോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് അയാൾ ഹോഴ്സ് പ്ലേ നടത്തുന്നു എന്നുള്ളത്. അതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് പി ഗ്രൂപ്പിന്റെ കാര്യമാണ്. അയാള് ഈ അപ്രന്റീസ് അവിടെ ഫിറ്റിൻ ആവാൻ ഉള്ള അറ്റംപ്റ്റ് എടുക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അവിടെയുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അർത്ഥം. സോ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കമന്റ് ചെയ്തു എന്ത്, ബിഹേവിയർ ഓഫ് എ സെയിൽസ് അപ്രന്റീസ് is influenced negatively by the peer group pressure inside the organization. മനസ്സിലായോ? Since he or she is a vulnerable category people. Okay, very good. പിന്നെ വേറെന്താ പോയിന്റ്? പിന്നെ അവര് ഫിറ്റിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ സെയിൽസ് പേഴ്സൺക്ക് താല്പര്യം ഇല്ലെങ്കിലും ഫിറ്റിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതെ, അത് നെഗറ്റീവ് ഒരു ഇൻഫ്ലുവൻസിനെയാണ് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. അയാൾ എന്ത് ചെയ്യാണ് അവിടെ ഫിറ്റിൻ ചെയ്യാൻ. ഇനി അത് മാത്രമല്ല, സീനിയർ സെയിൽസ് സൂപ്പർവൈസർ, സീനിയർ സെയിൽസ് പേഴ്സൺ, അയാള് they feel very hard to fit in this culture. ആ ഒരു പോയിന്റ് അപ്രന്റീസ് മാത്രമല്ല, സെയിൽസ് സൂപ്പർവൈസറും സീനിയർ സെയിൽസ് സൂപ്പർവൈസറും ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഞാനിവിടെ പേഴ്സൺ വെച്ചിട്ടുണ്ട്, അവിടെ പറയുന്നുണ്ട്, ഡിസ്പൈറ്റ് ദീസ് പേഴ്സണൽ കൺസേൺ ദ സീനിയർ സെയിൽസ് പേഴ്സൺ സ്റ്റിൽ ഫീൽസ് എ ലോട്ട് ഓഫ് പ്രഷർ ടു ഫിറ്റ് ഇൻ. അപ്പൊ അത് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നല്ലൊരു എക്സാമ്പിൾ ആണ്. മൊബൈൽ ഫോൺ അവിടെ വർക്ക് പ്ലേസിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് സൈൻ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ആ സാധനം പറയുന്നത്? നമുക്ക് സിനാരിയോയിൽ നോക്കാം. കുറച്ചുകൂടി മേലെ അതവിടെ, although there are signs saying do not use mobile phone while in vehicles. എന്നിട്ടും അവിടെ മൊബൈൽ ഫോൺ അവർ യൂസ് ചെയ്യുന്നു. അതിന്റെ കാര്യം അതാണ്, അവിടെ നേരത്തെ ചെയ്തവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ നെഗറ്റീവ് പിയർ എന്തായിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം, അവിടെ ഇതൊക്കെ കോമൺ പ്രാക്ടീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അത് ഈ പാരഗ്രാഫിന്റെ അവസാന ഭാഗം, അൺസേഫ് വർക്കിംഗ് ദാറ്റ് ഹാസ് ബിക്കം ദ കോമൺ പ്രാക്ടീസ്. അതാണ് എല്ലാ അൺസേഫ് ബിഹേവിയർ ആൻഡ് അൺസേഫ് ആക്ടുകള് അവിടെ ഒരു കോമൺ പ്രാക്ടീസ് ആയിട്ടുണ്ട്. അതായത് അവിടുത്തെ നെഗറ്റീവ് പീർ ഗ്രൂപ്പ് എല്ലാ ആളുകളെയും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? 17 വയസ്സുള്ള ആളെ, അതായത് അപ്രന്റീസ് ആയ ആളെ കാർ ഡ്രൈവ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു, കാർ കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത്
നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അതൊന്നും മാറരുത്. ക്വസ്റ്റ്യൻ നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് പ്രഷറിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ അയാള് കാണിക്കുന്ന അൺസേഫ് ബിഹേവിയർ അതെല്ലാം ഈ നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് പ്രഷർ കൊണ്ട് ഉണ്ടായതാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഞാനൊരു ഇതിൻ്റെ ഒരു ഐഡിയൽ ആൻസർ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ ഒരു ആൻസർ, ഒരു എന്താ പറയാ എക്സാമ്പിൾ ആൻസർ. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ടെംപ്ലേറ്റിൽ നിങ്ങളുടെ പേരും ലേണർ നമ്പറും പാർട്ണർ നെയിം ഒക്കെ എഴുതണം. ഒരു സെക്കൻഡ്, നമ്മുടെ പാർട്ണർ നെയിം എന്ന് പറയുന്നത് ഭാരത്. Okay, I will inform you that you will get that information in your കൺഫർമേഷൻ മെയിൽ. നിങ്ങളുടെ കൺഫർമേഷൻ മെയിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ ലേണിംഗ് പാർട്ണർ ഏതാന്നുള്ളതും നിങ്ങളുടെ ലേണർ നമ്പർ ഏതാന്നുള്ളത് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ടാസ്ക് 1 അതിന്റെ ആൻസർ പാരഗ്രാഫ് ആക്കി എഴുതണം എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. പാരഗ്രാഫ് ആക്കി എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ആൻസർ കാണാൻ നല്ല വൃത്തി ഉണ്ടായിരിക്കണം. ഈ കാണാൻ വൃത്തി ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ, ഓരോ എക്സാമിനേഴ്സ് ഓരോ മൂഡിലായിരിക്കും എക്സാം നോക്കുന്നത്. ഞാൻ ഒന്നും കൂടി ലോജിക്കലായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പേപ്പർ ഒരു എക്സാമിനർ നോക്കി അത് ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു 65 മാർക്ക് കിട്ടിയേക്കാം. അതേ പേപ്പർ വേറൊരു എക്സാമിനർ നോക്കി അത് നിങ്ങൾക്ക് 45 മാർക്ക് കിട്ടിയേക്കാം. ഓക്കെ, നമ്മൾ എക്സാം പേപ്പർ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഹൈലൈറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ബോൾഡ് ആക്കി വെക്കാൻ പറ്റും. ഞാൻ ഈ കാണിച്ച പോലെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓൾ അപ് ടു യു. ബട്ട് ദ ബെറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ ബോൾഡ് ആക്കി വെക്കുന്നതായിരിക്കും. ഇനി അപ്പൊ ഞാൻ പറഞ്ഞതെന്താ വെച്ചാല്, ഈ കാണാനുള്ള വൃത്തി അത് എക്സാമിനറെ ഇംപ്രസ് ചെയ്യുന്നതിന്റെ ഒരു ഘടകമാണ്. വൃത്തിയിലും വെടിപ്പിലും എഴുതി വെക്കുക. ചില ആളുകളൊക്കെ ആൻസർ നോക്കാൻ തന്നെ തോന്നില്ല. ഇപ്പൊ നമ്മൾക്ക് ക്ലോസിംഗ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആൻസർ പേപ്പർ NEBOSH അയച്ചു തരും. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ക്ലോസിംഗ് ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വായിക്കുന്ന നേരത്തെ തന്നെ എന്താ പറയാ, ഇതൊന്നാകെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുതി വെച്ചാൽ എക്സാമിനർ ഒരുപാട് പേപ്പർ നോക്കിക്കൊണ്ട് ടയേർഡായിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ എക്സാമിനറുടെ ഡ്യൂട്ടി ഈസി ആക്കാം, എക്സാമിനർക്ക് എല്ലാ പോയിന്റും കിട്ടുകയും വേണം. ആ രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ഈ ഒരു പ്രസന്റേഷൻ ഉണ്ടാവേണ്ടത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിനർ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണിച്ച പോലെ ബോൾഡ് ആക്കി വെക്കാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് വായിക്കാം. ഒരു പാരഗ്രാഫ്, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണം എന്ന് തോന്നിയതുകൊണ്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. It is shown that there is a negative influence of peer on health and safety at the car showroom. Okay, വളരെ ക്ലിയർ ആയിട്ട് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു. That's a valid point. Okay, so it's a നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടാൻ ഈ ഒരു പോയിന്റ് മതിയായിരിക്കും. Workers working together for years, obviously some people will have more influence on others. അതാണ് പിയർ ഗ്രൂപ്പ് പ്രഷർ എന്ന് പറയുന്നത്. This negative peer group pressure drives workers into negative safety related behavior. അതൊരു വാലിഡ് പോയിന്റ് ആണ്. One of the indicators of negative health and safety culture at the showroom is the negative peer group pressure. ഇവിടെ നെഗറ്റീവ് സേഫ്റ്റി കൾച്ചറിന്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് ഈ നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് മറ്റൊരു പോയിന്റ് ആണ്. The top management, including MD and head of sale, is focusing on the sale only and not on the safety. They give first priority for sales and promote meeting sales targets rather than health and safety matters. അത് മറ്റൊരു നെഗറ്റീവ് പിയർ ഗ്രൂപ്പിന്റെ ഒരു അടയാളമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, then the young apprentice is badly influenced remarkably since they are vulnerable. അത് നമ്മൾ വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നേരത്തെ സുൽഫിക്കർ പറഞ്ഞു. As a result, the apprentice is trying to hard fit in the organization. അതാണ് നമുക്ക് പറയാനുള്ള റെലവെന്റ് വാലിഡ് പോയിന്റ്.
ഈ യങ് അപ്രന്റീസ് അവിടെ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്തതിന്റെ അടയാളമാണ് അയാൾ അവിടെ ഹാർഡ്ലി ഫിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളത്. ബൈ ഡൂയിങ് അൺസേഫ് ആക്ടിവിറ്റീസ് ലൈക്ക് മൊബൈൽ ഫോൺ യൂസ് വൈൽ ഡ്രൈവിംഗ് ആൻഡ് ഫാസ്റ്റ് ഡ്രൈവിംഗ്, this negative fear cultivated a negative culture in the company. Even they could practice unsafe behavior, they were not questioned regarding this. അതാണ് നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് പ്രശ്നം. അവിടെ ആ ഒരു പിയർ ഗ്രൂപ്പ് അങ്ങനെയാണ്, ആർക്കും ഇത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നിയിട്ടില്ല, സീനിയർ സെയിൽസ് പേഴ്സൺ അല്ലാതെ. As a result, those unsafe behavior become a common practice at the workplace. The apprentice uses fire extinguisher to wake up the salesperson. Still, sales supervisor take it as a joke, not as a horseplay. അപ്പൊ അതാണ് അവിടെ നെഗറ്റീവ് പിയർ ഗ്രൂപ്പിന്റെ മറ്റൊരു അടയാളം. One of the main examples of negative peer group influence is apprentice is not reporting the accident and near misses because they are asked by sales supervisor to keep it as a secret between them. അതാണ് മറ്റൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. അയാള് എന്താണ്, ഇയാളെ ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യരുതിട്ടോ എന്നുള്ളത്. കാര്യം ഇയാൾക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്, കൂടുതൽ ആളുകളുമായിട്ട് ഈ സെയിൽസ് അപ്രന്റീസും ബാക്കിയുള്ള സെയിൽസ് ടീമുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആള് ഈ സെയിൽസ് സൂപ്പർവൈസർ ആണ്. അപ്പൊ അയാൾ പറഞ്ഞത് ആളുകൾ കേൾക്കും. It's a clear violation of legal requirement and company policy. Negative peer group pressure influence on increasing the number of unsafe acts at the organization. The apprentice fail to comply site rules and signs that is clearly given. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. They speed up the vehicles while driving as show off, using mobile phone while driving due to lowered risk perception. ഇതിനൊക്കെ കാരണം എന്താണ്? ഈ നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് ആണ്. However, the senior salesperson is the only one who notices those unsafe practices since they have competency and good level risk perception. Still, senior salesperson feels hard to fit in the organization due to this negative peer group pressure. Since they are worrying about the unsafe working, that has become common practice. The morality of the senior salesperson has been lowered due to the negative peer group. Okay, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾഡ് ചെയ്യാൻ പറ്റും. As a whole, this negative peer group pressure badly influence health and safety performance, like not reporting minor injuries and near misses. There is no record of such incidents as a matter of evidence and reference. ഇതിനൊക്കെ കാരണം ഈ നെഗറ്റീവ് പിയർ ഗ്രൂപ്പ് ആണ്. Okay, it's okay, Senila. So, see, ഇതാണ് എന്താ ഒന്നാമത്തെ ആൻസർ ചെയ്യേണ്ട ഒരു ശരിയായ രീതി. എത്ര ആളുകൾ ഇങ്ങനെ ആൻസർ എഴുതിയിട്ടുണ്ട്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇതില് മറ്റേ 10 ഡിസ്റ്റിങ്ക്ട് പോയിന്റ് ഉണ്ടോന്നല്ല, നമ്മളിങ്ങനെ കമന്റ് ചെയ്ത് ഒരുപാട് എഴുതി പോയിരിക്കുകയാണ്. ഇതിലെല്ലാം കുറെ ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഓക്കെ, ഇതിൽ വരാത്ത ഏതെങ്കിലും പോയിന്റ്സുകൾ മെൻഷൻ ചെയ്യാനുണ്ടോ, ആഡ് ചെയ്യാനായിട്ട്? പിന്നെ ഹ്യൂമർ ആയിട്ട് കാണുന്നതൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മളെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഹോഴ്സ് പ്ലേ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ, എന്നാലും ഒന്നും കൂടി എന്താ ഒരു ഹ്യൂമർ സെൻസിലാണ് അതിന് എടുക്കുന്നത്, അതല്ലാതെ ഒരു അൺസേഫ് പ്രാക്ടീസ് ആയിട്ട് എടുക്കുന്നില്ല, അതിന്റെ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. അതായത് അങ്ങനെ ഒരു ആക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും അവിടെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമായിരുന്നു. ആ ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. കാര്യം അവിടുത്തെ ആ ഒരു ഇൻഫ്ലുവൻസ്, നെഗറ്റീവ് പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ആണ് അതിന് കാരണം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ടാസ്ക് 2 എമർജൻസി പ്രൊസീജിയറിനെ കുറിച്ചാണ്. ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ പോസിറ്റീവ് പോയിന്റ്സ് അബൌട്ട് ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ്സ് അറ്റ് ദ കാർ ഷോറൂം? 5 മാർക്ക്. ബി നെഗറ്റീവ് പോയിന്റ്സ് 10 മാർക്കിന്. സി എന്തിനാണ് എമർജൻസി പ്രൊസീജിയർ പ്രാക്ടീസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? അത് 5 മാർക്ക്. എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്? 2A പാരഗ്രാഫ് ആക്കണോ, ബുള്ളറ്റിൻ പോയിന്റ് ആക്കണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിവൺ, പാരഗ്രാഫ് ആക്കി എഴുതുന്നതാണോ ബുള്ളറ്റിൻ പോയിന്റ് ആക്കി എഴുതുന്നതാണോ നല്ലത്? 5 മാർക്കല്ല, അപ്പോ ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ടുള്ള ബെറ്റർ. ബുള്ളറ്റിൻ പോയിന്റ്സ് ആണ്. ഓക്കെ,
എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് ബുള്ളറ്റിൻ പോയിന്റ്സ്. എൻ്റെ അഭിപ്രായം അതാണ്. ഇവിടെ ബുള്ളറ്റിൻ പോയിന്റ്സ്, ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും പോയിന്റ്സുകൾ ചോദിച്ചു അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്ന മാർഗം ബുള്ളറ്റിൻ പോയിന്റ്സിലാക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ബുള്ളറ്റിൻ പോയിന്റ് ആക്കാം. ചോദ്യം ഇതാണ്, ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ്സിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചത്. സിനാരിയോയിൽ ഒരുപാട് സ്ഥലത്ത് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങളിലേക്ക് പോയാൽ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. പെട്ടെന്ന് പറയാം എന്തൊക്കെയാണ് ഇവിടെയുള്ള പോസിറ്റീവ് പോയിന്റ്സ്. സാറേ, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അലാറം, എക്സ്റ്റിംഗ്വിഷർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, ഓക്കെ, ഗുഡ്, ഗുഡ്. പ്രോപ്പർ എഡ്യൂക്കേറ്റ് സൈനിക്സ് ഉണ്ട്. ഓക്കെ, സയൻസ് റിലേറ്റിംഗ് ഫയർ സേഫ്റ്റി. ഓക്കെ, സോ ഇത് ഈ പോയിന്റ്സ് ഒക്കെയാണ് എഴുതാനുള്ളത്. ബട്ട് ഒരു കുറച്ച് സ്റ്റാൻഡേർഡിൽ എഴുതണമെന്ന് മാത്രം. മാനുവൽ കോൾ പോയിന്റ്സുകൾ ഉണ്ട് അവിടെ ആവശ്യത്തിന്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. ഫയർ മാർഷലിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ട്രെയിൻഡ് ഒന്നുമല്ല, എന്നാലും അസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ അസംബ്ലി പോയിന്റ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫയർ എമർജൻസി അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഇതൊക്കെ എവിടെയുള്ളത്? ഇതൊക്കെ സിനാരിയോയിൽ നിങ്ങളോട് വായിച്ചാൽ കാണും. ഈ ഇവിടെ ഉണ്ട്. പിന്നെ 12 years ആകെ ഒരൊറ്റ ഫയർ ആക്സിഡന്റ് ആണ് നടന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ എമർജൻസി പ്രൊസീജിയർ അവിടെ അവൈലബിൾ ആണ്. ഫയർ കോൾ പോയിന്റ്സുകൾ ഒരുപാടുണ്ട്. ന്യൂമറസ് ഫയർ കോൾ പോയിന്റ്സുകൾ ഉണ്ട്. ഫയർ അലാം അവിടെ വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ഫോൾസ് അലാം അടിച്ചത്, അല്ലേ? അപ്പോൾ പോസിറ്റീവ് പോയിന്റ്സ് പറയുമ്പോൾ നമ്മൾ മാക്സിമം പോസിറ്റീവുകളാക്കിയിട്ട് ഇതിനെക്കുറിച്ച് പറയാം. അതായത് 5 പോയിന്റ്സുകൾ മിനിമം എഴുതണം. നമുക്ക് നോക്കാം, ഒരു 6 പോയിന്റുകൾ നമ്മൾ എഴുതാം, ബട്ട് നമ്മൾ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വരാം. In this showroom, there is a written emergency procedure. This action to be taken and not to be taken during the emergency are defined and communicated through the procedure. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ഫയർ എമർജൻസി പ്രൊസീജിയറിലൂടെ ഡെവലപ്പ് ചെയ്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർ മാർഷൽ ഹാസ് ബീൻ അസൈൻഡ്. അതും 5 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് അസൈൻ ചെയ്തത്. Customers and visitors are escorted by the civil supervisor in accordance with the emergency procedure. ഒരു ഫയർ വന്ന സമയത്ത് എമർജൻസി പ്രൊസീജിയറിന്റെ പ്രകാരം അസംബ്ലി പോയിന്റിലേക്ക് എന്തായിട്ടുണ്ട്, ഇവരെ നയിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ന്യൂമറസ് മാനുവൽ കോൾ പോയിന്റ്സ് ആർ സെറ്റ് അറ്റ് വേരിയസ് ലൊക്കേഷൻ ഓഫ് ദ ഷോറൂം. ഫയർ അലാംസ് ആർ ഓൾസോ അവൈലബിൾ ആൻഡ് ഫങ്ഷണൽ ഫോർ അലാമിംഗ് ദ വർക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ്. The use of manual call point is clearly instructed. Signs and directions are those so as to be easily understood. Fire incidents are recorded and they keeping the data. Only one fire incident is occurred in the last 12 years. Assembly point is clearly defined, identified and marked. Fire extinguishers are available. See, ഇതാണ് എന്ത് പോസിറ്റീവ് പോയിന്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, അല്ലേ? ചോദ്യം വായിക്കാന്, വാട്ട് ആർ ദ നെഗറ്റീവ് പോയിന്റ്സ് അബൌട്ട് ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ് അറ്റ് ദ കാർ ഷോറൂം? ഇതും നേരത്തെ പറഞ്ഞ പോലെ ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കി എഴുതുന്നതാണ് നല്ലത്. കാര്യം ഇതും പോയിന്റ്സുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്. 10 മാർക്കിനാണ് ചോദ്യം. അപ്പോൾ ഒരു 10ൽ കൂടുതൽ പോയിന്റ്സുകൾ എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ പോയിന്റ്സ് എഴുതുന്ന ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ 20 മാർക്കിനാണെങ്കിൽ ഒരു 20 പോയിന്റ്സ് മിനിമം എഴുതണം, അല്ലെങ്കിൽ 21, 22 പോയിന്റ്സ് എഴുതാം. 10 മാർക്കിനാണെങ്കിൽ 10 പോയിന്റ്സ് മിനിമം എഴുതാൻ ട്രൈ ചെയ്യണം. 11, 12 എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതണം. നിങ്ങൾ പറ, എന്തൊക്കെയാണ് നെഗറ്റീവ് പോയിന്റ്സ് റിഗാർഡിംഗ് ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ്സ്? പെട്ടെന്ന് പറ. സാറേ, ഈ ഫയർ കോൾ പോയിന്റ്സ് ഒരു ചൈൽഡിന് ഒരു ആക്സസ് ചെയ്യുന്ന രീതിയിലാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഒരു പക്ഷേ ഈ MCPയുടെ ഹൈറ്റ് സൂട്ടബിൾ ആയിരിക്കില്ല എന്ന് നമുക്ക് കമന്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ചൈൽഡ് ആക്സസ് ചെയ്തത്. ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ MCP ഇൻസ്ട്രക്ഷൻ കൊടുത്തത് ക്ലിയർ ആയിരുന്നില്ല എന്ന് പറയാം. വെറുതെ എല്ലാവർക്കും ബ്രേക്ക് ദ ക്ലാസ് ആൻഡ് പ്രസ് ദ ബട്ടൺ എന്നാക്കിയത് കാരണമായിരിക്കാം. ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാത്തതിന്റെ പേരിലായിരിക്കാം എന്ന് പറയാം. പിന്നെ അസൈൻ ചെയ്ത ആൾ ട്രെയിൻഡ് അല്ല ഈ ഫീൽഡിൽ. ഫയർ മാർഷൽ അസൈൻ ചെയ്തിട്ടുള്ള ആള് ഇത് ഒരു ട്രെയിനിങ്ങും കിട്ടാത്ത ഒരാളാണ്. പിന്നെ മോക്ക് ഡ്രില്ല് നടത്തിയില്ല. മോക്ക് ഡ്രില്ല് അവിടെ കാര്യമായിട്ട് നടക്കുന്നില്ല. എമർജൻസി അറേഞ്ച്മെന്റ്സുകളൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അതിന്റെ എമർജൻസി അറേഞ്ച്മെന്റ്സുകളൊന്നും ഇൻസ്പെക്ഷൻ ചെയ്യുന്നില്ല എന്ന് കൂടെ പറയാം. പിന്നെ എമർജൻസി പ്രൊസീജിയർ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല മറ്റുള്ളവരുമായിട്ട്. എമർജൻസി പ്രൊസീജിയറിനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻഫോം ചെയ്തിട്ടില്ല. അതിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല. പിന്നെ 10 പോയിന്റ് ആയോ?
പിന്നെ സൂപ്പർവൈസർ സ്വന്തമായിട്ട് ഒരു ഫയർ മാർഷലിന്റെ ഒരു വേഷം റോള് കീപ്പ് ചെയ്തു, അതൊരു നെഗറ്റീവ്. ഫയർ മാർഷലിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മാനേജ്മെന്റിന്റെ ഫെയിലിയർ. അയാൾ ഒരു കോമ്പിറ്റന്റ് പേഴ്സണെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഫെയിലിയർ അത് ഉണ്ട്. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് കളിക്കാനുള്ളതല്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തിട്ടില്ല. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഉപയോഗിക്കുന്നതിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പോയിന്റ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ നെഗറ്റീവ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഞാൻ ഒരുപാട് സമയം കളയാതെ പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. The top level management has a negative attitude towards showrooms health and safety. Despite the presence of flammable liquids like petrol and diesel, the management believes the showroom poses only minor fire risk. That is the first negative point, their attitude, their negative attitude. Then second, mock drills or fire drills are not conducting for fire emergencies, and staffs are unaware of what they should do in the event of fire and what they are not supposed to do. Third one, fire emergency procedure is not included in the induction training since it is a short and simple induction. No training is given to the staffs on fire safety, especially on how to use manual call point properly and how to use fire extinguisher properly. No effective fire risk assessment is done at the workplace, even though it contains flammable substances. The management has no idea how dangerous the flammable substances like petrol and what is its potential consequences. Sixth one, employees have been seen mishandling firefighting equipment like fire extinguishers. For instance, the apprentice using the fire extinguisher for kidding. Seventh one, the instruction for using manual call points are confusing. For example, as a result, the kid had operated it when there is no emergency, which resulted in a false alarm. Instruction should be clear that is to be used only in emergency. Although a person is assigned a fire marshal, duties and responsibilities are communicated and not trained on this. Not communicated. Okay. Workers and visitors were not familiar with the procedure to be followed during the fire since their roles and responsibilities are not communicated properly. 10th one, awareness and communication programs regarding fire safety is weak. In the organization, they are not celebrating Fire Safety Day and other awareness activities. ഇത് സിനാരിയോയിൽ എവിടും പറയുന്നില്ലല്ലോ, ബട്ട് പറയുന്നുണ്ട്. കാര്യം അവര് ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കുക, ബാക്കി അവയർനെസ് പ്രോഗ്രാംസ് ഒന്നും ഇല്ല എന്നുള്ളത്. ഇപ്പൊ ചില ആളുകൾക്ക് ചില ഡൗട്ട് ഉണ്ടാവും, ഇപ്പൊ ഈ അവയർനെസ് പ്രോഗ്രാംസും കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമും ഇല്ല എന്നുള്ളതും അവര് ഫയർ പ്രൊസീജിയറുമായിട്ട് ഫെമിലിയർ അല്ല എന്നുള്ളതും ഒരു പോയിന്റ് അല്ലേ എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ആർഗ്യൂ ചെയ്യാൻ പറ്റും, ഒരു പോയിന്റ് ആണ് എന്നുള്ളത്. എനിക്ക് തിരിച്ചു ആർഗ്യൂ ചെയ്യാൻ പറ്റും, 2 പോയിന്റ് ആണ് എന്നുള്ളത്. നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, 1 പോയിന്റ് 2 പോയിന്റ് ആണ് വേണ്ടത്. സോ യൂസ് അപ്ലൈ യുവർ ലോജിക്. നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അധിക പോയിന്റ് ആക്കി എഴുതണം, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് ആവശ്യത്തിന് കിട്ടും. ഓക്കെ, അതാണ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. 11, the fire safety arrangements are not reviewing. The emergency procedure and evacuation arrangement should be reviewed as per legal requirement, even though senior salesperson is complained about fire evacuation testing safety issue. അതിൽ കറക്റ്റ് പറയുന്നതാണ് സിനാരിയോയിൽ. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഹൈലൈറ്റ് ചെയ്ത പോയിന്റിലൂടെ ഇങ്ങനെ കണ്ടുപിടിക്കണം. ഞാൻ ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നതുകൊണ്ടാണ് ആ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സിനാരിയോയിലുള്ള സ്ട്രൈക്കിംഗ് പോയിന്റ്സുകൾ ഉണ്ടാവും. അതെന്ത് ചെയ്യാം, ഈ ആൻസറിൽ ഉപയോഗിക്കുക. The MD sees no reason to review arrangements. Okay, അത് മറ്റൊരു നെഗറ്റീവ് പോയിന്റ്സ് ആണ്. And there is no review. Arrangements for contacting emergency services were inadequate in terms of communication equipment and contact details. അതിനെക്കുറിച്ചൊന്നും സിനാരിയോയിൽ പറയുന്നില്ല. So we can assume that it is inadequate. ഇതാണ് അവിടെ പറയാനുള്ള പോയിന്റ്സ്. Then the next question, the third part of the second question, to see why is it important to practice emergency procedure. Emergency procedure practice ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സാറേ, അവിടെ സേഫ്റ്റി പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യാത്ത ഒരു പോയിന്റ് ആയിട്ട് പറയാൻ പറ്റും. ഇതിനു മുന്നത്തെ ചോദ്യത്തില് 2B അല്ലേ? ഓഫ് കോഴ്സ് പറയാൻ പറ്റും. ഫയർ മാർഷൽ ഈസ് നോട്ട് അപ്പോയിന്റഡ് എന്നുള്ള കാര്യം പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. Let me check. അല്ലെങ്കിൽ അത് ആ സേഫ്റ്റിയുടെ കൾച്ചറിനെ കാണിക്കല്ലേ, മാനേജ്മെന്റിന്റെ ഒരു പൂർ കമ്മിറ്റ്മെന്റ് സേഫ്റ്റിയോടുള്ള ഒരു സേഫ്റ്റി പ്രൊഫഷണലിനെ അപ്പോയിന്റ് ചെയ്യാതെ ചെയ്തു എന്നുള്ള കാര്യം.
പിന്നെ ഈ ഫയറിന്റെ കേസിലും നമുക്ക് മറ്റേ അതായത് പോളിസി ഇല്ലാത്ത എഴുതാൻ പറ്റുമോ? ഓക്കെ, ഫാസിൽ ഒന്ന് ഹോൾഡ് ചെയ്യും, ഇപ്പൊ പറയാം. ആദ്യം ആദ്യം സുൽഫിക്കർ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ അപ്പോയിന്റഡ് ഫയർ മാർഷൽ, കോമ്പിറ്റന്റ് ഫയർ മാർഷലിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഒരു ഗുഡ് നെഗറ്റീവ് പോയിന്റ് ആണ്. ഈ ആൻസറിൽ അത് വന്നിട്ടില്ല. സോ അത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പക്ഷേ ഈ ആൻസറിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അസൈൻഡ് ഫയർ മാർഷലിൽ എന്തിട്ട് കൊടുത്തിട്ടില്ല, ട്രെയിനിങ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പോയിന്റ് ഇതിൽ പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അതും പറഞ്ഞിട്ടില്ലെങ്കിൽ that's a very good point, that should be included. Okay, thank you Zulfikar. Next Fazil. ഒരു സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ, അസൈൻ ചെയ്ത ഫയർ മാർഷലിനെ മറ്റേ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ ഹെഡ് ഓഫ് സെയിൽസിന്റെ ആളെ പിടിച്ചുള്ള സൂപ്പർവൈസർ ആക്കിയിരിക്കുന്നത്. അതെ അതെ അതെ, അയാൾക്ക് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് അതെ ഇത് സാധിക്കല്ലോ. അതുകൊണ്ട് അയാൾ ഒരിക്കലും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആളല്ല, അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. കോമ്പിറ്റന്റ് പേഴ്സണെ തന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, ആ പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഗുഡ്. നെക്സ്റ്റ്, നമ്മുടെ ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യത്തിൽ എഴുതാൻ പറ്റുമോ? ക്വാളിറ്റി മീൻസ് അല്ല, ക്വാളിറ്റി ഇല്ല, പോളിസി ഇല്ലാത്ത, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി ഇല്ലാത്തത് എഴുതാം. ഇങ്ങനെ പറയാം, ദർ ഈസ് നോ ക്ലിയർ പോളിസി ഓൺ ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ്സ്. അപ്പൊ നമ്മുടെ പോയിന്റ് ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ നെഗറ്റീവ് പോയിന്റ്സ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ക്ലിയർ ഫയർ സേഫ്റ്റി പോളിസി ഇല്ല എന്ന് എഴുതാൻ പറ്റും. ഗുഡ് പോയിന്റ്. ഓക്കെ, HSE പോളിസിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഫയർ അറേഞ്ച്മെന്റ്സുകളെ കുറിച്ചുള്ള സേഫ് സിസ്റ്റം ഓഫ് വർക്ക് വെൽ ഡെവലപ്ഡ് അല്ല. മനസ്സിലായി? അങ്ങനെയാണെന്ന് ടെക്നിക്കൽ ടേമിലേക്ക് പറയുമ്പോൾ എഴുതേണ്ടത്. Anything else? Okay. ഇനി 2C ഡിസ്കസ് ചെയ്യാം. Why is it important to practice emergency procedure? എമർജൻസി പ്രൊസീജിയർ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സാർ, അത് സിനാരിയോ എന്നാണ് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എഴുതിയാൽ പോരെ? ഗുഡ്, ആ ഒരു ഒബ്സർവേഷൻ സുൽഫിക്കർ, വെരി ഗുഡ്. ഇത് സിനാരിയോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ബേസ്ഡ് ഓൺ ദ സിനാരിയോ അല്ലെങ്കിൽ ഇൻ ദ കാർ ഷോറൂം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഒരു ലോജിക്കലായിട്ട് ഈ കാർ ഷോറൂമിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത് മൈൻഡിൽ ഉണ്ടായാൽ മതി. ബട്ട് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണത്. കാര്യം നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഇത് എഴുതാൻ പറ്റൂ, കാര്യം സിനാരിയോയിൽ എവിടെയും ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ബട്ട് സിനാരിയോയിലുള്ള എമർജൻസി പ്രൊസീജിയർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ജനറൽ ആയിട്ട് ഉത്തരം എഴുതിയാൽ മതി. എന്തൊക്കെ എഴുതാൻ പറ്റും ഉത്തരം? ഓക്കെ, ഒരു പോയിന്റ് ഇപ്പോൾ പറഞ്ഞത്, എമർജൻസി പ്രൊസീജിയർ പ്രാക്ടീസ് ചെയ്താൽ അത് മാനേജ്മെന്റിന്റെ കമ്മിറ്റ്മെന്റ്, ലീഡർഷിപ്പ്, അവരുടെ പ്രിയോറിറ്റി ഒക്കെ വർക്കേഴ്സിനെ കാണിക്കാനുള്ള ഒരു മാർഗമാണ്. അപ്പോൾ അവർ വളരെ ക്ലിയർ ആയിട്ട് അത് കാണിക്കുന്നു. സോ ദാറ്റ്സ് എ സൈൻ ഓഫ് വാട്ട്, ഇംപ്രൂവിങ് മൊറാലിറ്റി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വർക്കേഴ്സിന്റെ മൊറാലിറ്റി കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പ്രൊഡക്ടിവിറ്റി കൂടും, ക്വാളിറ്റി കൂടും, സെയിൽസ് കൂടുതലുണ്ടാവും, ബിസിനസ് ഗ്രോത്ത് ഉണ്ടായിരിക്കും. സി, അതൊരു പോയിന്റ് ആണ്. പിന്നെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സിവിയാരിറ്റി കുറയും നമ്മൾ എമർജൻസി കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ. അത് ഞാൻ ഒന്നും കൂടി അതിന്റെ ടേംസിലാക്കി പറയാം. ഇപ്പോൾ ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ്സുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അറേഞ്ച്മെന്റ്സിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ എത്ര ടൈം നമ്മൾ ഇവാക്വേഷൻ എടുക്കുന്നുണ്ട്, ബാക്കി ഓരോ എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് നമ്മളെ തന്നെ അസസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമ്മളെ തന്നെ അസസ് ചെയ്തു, വേണ്ട മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഒന്നുകൂടി സ്ട്രോങ് ആക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ സിവിയാരിറ്റി ഓഫ് ദി എമർജൻസി ഇൻ കേസ് ഓഫ് എ റിയൽ എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് വുഡ് ബി മിനിമം. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാനുള്ള സാധ്യത കുറയുമല്ലോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. വെരി ഗുഡ്. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഒരു എമർജൻസി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം എമർജൻസി ഉണ്ടാകുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് കുറയുന്നത് കാരണം സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ നമുക്ക് കുറക്കാനായിട്ട് പറ്റും. പിന്നെ ഇനി ഞാൻ ഇതിനെ
ഇങ്ങനെ ലീഗൽ ക്രൈറ്റീരിയസ് മീറ്റപ്പ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകും. അത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് മിസ്സാവും. ലീഗൽ റിക്വയർമെന്റ് ആണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഇനി ഞാൻ പറയാം, ഇങ്ങനെ ഇതുപോലത്തെ ഒരു ചോദ്യം വന്നാൽ, ഇതുപോലത്തെ പല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആക്ടിവിറ്റി എന്താണ്, എന്തിനാണ്, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ്, എന്താണ് ഇതിന്റെ റീസൺസ്, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ട പോയിന്റ്, ദ ഫസ്റ്റ് പോയിന്റ് അതെന്താണ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യുന്നതിന്റെ റീസൺസ് എന്താണ്? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? അല്ലെങ്കിൽ ഇപ്പൊ ചോദ്യം ഇങ്ങനെയാണ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു മാനേജ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അറ്റ് എ വർക്ക് പ്ലേസ്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യുന്നതിന്റെ ഒരു പാർട്ടാണ് ബേസിക്കലി പ്രാക്ടീസിങ് എമർജൻസി പ്രൊസീജിയർ എന്നുള്ളത്. ഉറപ്പല്ലേ? ആണ്. അപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യുന്നതിന്റെ റീസൺസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ്? നമ്മൾ ഒന്നാമത്തെ എലമെന്റിൽ പഠിച്ച 3 റീസൺസ് ഉണ്ട്, ഒന്ന് പറയാൻ പറ്റും? മോറൽ, ലീഗൽ, ഫൈനാൻഷ്യൽ. ഫിനാൻഷ്യൽ. യെസ്, മോറൽ, ലീഗൽ, ഫൈനാൻഷ്യൽ റീസൺസ്. ആ ഒരു പോയിന്റ് ഇതിൽ ഉണ്ടായിരിക്കണം. അത് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല. പിന്നെ അടുത്ത ഭാഗം, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഏത് പാർട്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടർ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഏത് എലമെന്റിലാണ്? എലമെന്റ് 1ലാണ് നമ്മൾ എമർജൻസി പ്രൊസീജിയർ ഡിസ്കസ് ചെയ്തത്. മോറൽ ലീഗൽ എലമെന്റ് 1ലാണ്. അത് ഫസ്റ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഞാൻ ചോദിച്ചത് എമർജൻസി പ്രൊസീജിയർ ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ്? യെസ്, തേർഡ് എലമെന്റിലെ ഏറ്റവും അവസാനത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ആണ് എമർജൻസി പ്രൊസീജിയർ. അപ്പൊ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചൊരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ ഫസ്റ്റ് പ്രിപ്പറേഷന്റെ ഫസ്റ്റ് ടോപ്പിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ടോപ്പിക്സ് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം കേൾക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഈ 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് ഒരു ഫെമിലർ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതേ ചോദ്യം ഞാൻ അയച്ചിരുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ഞാനത് കാണിച്ചു തരാം. പക്ഷെ അതേ സെയിം പോലെ എഴുതാൻ പറ്റില്ല, കാരണം എല്ലാവരും ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ച എല്ലാ കാൻഡിഡേറ്റും അത് എഴുതും. ബട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്ത കാൻഡിഡേറ്റ് അത് അങ്ങനെ എഴുതൂല്ല. അപ്പൊ എന്നാൽ നമുക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. സോ ലെറ്റ്സ് സീ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണുന്നുണ്ടോ? ഈ ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് നേരം ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കും. ഇഫ് യു വാണ്ട് യു ക്യാൻ പോസ് ആൻഡ് റീഡ് ലേറ്റർ. ടെക്സ്റ്റ് ബുക്കിലെ 3.7 മൂന്നാമത്തെ എലമെന്റിലെ അവസാനത്തെ ഭാഗമാണ്. അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 3.70 സോറി. ഇതാണ് ചോദ്യം. റീസൺ വൈ വി മസ്റ്റ് പ്രാക്ടീസ് എമർജൻസി പ്രൊസീജിയേഴ്സ്. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 10 പോയിന്റ്സുകൾ, 10 ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ഭാഗം വായിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 5 മാർക്ക് അഷ്വേർഡ് മാർക്കായിരുന്നു. ഓക്കെ, സോ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ആൻസറിലേക്ക് തന്നെ വരാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ, നിങ്ങളുടെ പഴയ സിലബസ് ആണ്, ഐ മീൻ പഴയ മെറ്റീരിയൽ ആണ്, പഴയ പബ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ കാര്യം ഉണ്ടാവില്ല. പുതിയ മെറ്റീരിയൽസിൽ ആ കാര്യം ഉണ്ടായിരിക്കും. സോ 3.70 അതായിരുന്നു ആ ആൻസർ. അപ്പൊ അത് 5 പോയിന്റ് എഴുതിയാൽ മതി. 10 മാർക്ക് ഉണ്ട്, 5 പോയിന്റ് എഴുതിയാൽ മതി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് ഒന്നുകൂടി സ്റ്റാൻഡേർഡിലാക്കി എഴുതാമെന്ന് മാത്രം. ഞാൻ പെട്ടെന്ന് വായിക്കാം. Developing an emergency procedure is important as well as practicing. It is also an important thing that will help to mitigate the effects of emergency. The showroom may have its own policy on practicing the emergency procedure. It also complies with the management's
ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസി. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം എഴുതുന്ന സമയത്ത് ഇപ്പൊ നേരത്തെ ഫാസിൽ ചോദിച്ചിരുന്നു ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് എന്ത് എഴുതാൻ പറ്റുമോ? ദർ ഇസ് നോ പോളിസി ഓൺ എമർജൻസി പ്രൊസീജിയർ അല്ലെങ്കിൽ ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ് എന്ന് എഴുതി നമ്മൾ ഒരു ആൻസറിൽ, അടുത്ത ആൻസറിൽ ഇങ്ങനെ ഒരു പോയിന്റ് എഴുതി, അത് കോൺഫ്ലിക്റ്റ് ആകില്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. കാര്യം ആദ്യം നമ്മൾ പറഞ്ഞു എമർജൻസി അല്ലെങ്കിൽ ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ് ഒരു പോളിസി ഇല്ല എന്ന് പറഞ്ഞു. അടുത്ത സ്ഥലത്ത് പറഞ്ഞു ഫയർ സേഫ്റ്റി അറേഞ്ച്മെന്റ് ഒരു പോളിസി ഉള്ളത് നമ്മൾ ഫോളോ ചെയ്താൽ മെച്ചം ഉണ്ടാവും. അപ്പൊ അവിടെ ഉണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. ഒരു സ്ഥലത്ത് ഇല്ല, ഒരു സ്ഥലത്ത് ഉണ്ട്. അങ്ങനെ കോൺഫ്ലിക്റ്റ് വന്നാലുള്ള പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ പറയും നിങ്ങൾ അത് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ലോജിക് ഉപയോഗിക്കണം. അപ്പൊ മുകളിൽ എന്ത് എഴുതാൻ പറ്റും? there is a policy but that is not well defined and well communicated. പോളിസി ഉണ്ട് ബട്ട് അത് വെൽ ഡിഫൈൻഡ് അല്ല, വെൽ കമ്മ്യൂണിക്കേറ്റഡ് അല്ല. അങ്ങനെ പറഞ്ഞാൽ അവിടെ നമുക്കൊരു പോയിന്റ് ആയും ചെയ്ത് ഇരുന്ന് കോൺഫ്ലിക്റ്റ് ആയിട്ടും ഇല്ല. അപ്പൊ കോൺഫ്ലിക്റ്റ് മാക്സിമം ഒഴിവാക്കണം. കാര്യം എക്സാമിനർ ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നുണ്ടാവും, അപ്പൊ അയാൾക്കൊരു അരോസനം ഉണ്ടാവരുത്. Then next point, setting up and practicing the emergency procedure is a legal requirement imposed by the ILO Convention 155, Recommendation 164. So legal compliance കിട്ടും. It ensures that everyone understands their duties and responsibilities in the event of an emergency. It gives an opportunity to assess whether its emergency procedure is effective enough. Effectiveness of the arrangements can be evaluated, such as fire call point alarms, fire execution, while practicing the emergency procedure, whether it cover all the area and is it enough. ഇതൊക്കെ എഫക്റ്റീവ് ആണോ? നമ്മുടെ അറേഞ്ച്മെന്റ്സുകൾ, നമ്മുടെ എക്യുപ്മെന്റ്സുകൾ, നമ്മുടെ പ്രൊസീജിയർ എല്ലാം എഫക്റ്റീവ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രാക്ടീസിങ് എമർജൻസി പ്രൊസീജിയർ ആൻഡ് കണ്ടക്ടിങ് ട്രെയിനിങ് സെഷൻ എമർജൻസി പ്രൊസീജിയർ ഡെമോൺസ്ട്രേറ്റ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ലീഡർഷിപ്പ് ടു ദെയർ സേഫ്റ്റി ഓഫ് ദ വർക്കേഴ്സ്. ദസ് ഇംപ്രൂവ്സ് വർക്കേഴ്സ് മൊറൈൽ. ആസ് എ റിസൾട്ട് ക്വാളിറ്റി ഓഫ് ദ വർക്ക് വിൽ ബി ഇംപ്രൂവ്ഡ്. സി ഒരു ജനറൽ ആണ് അല്ലെ ആൻസർ. സുൽഫിക്കർ പറയുന്ന പോലെ ജനറിക് ആണ് ആൻസർ, ബട്ട് എന്നാലും നമ്മുടെ മൈൻഡിൽ എന്തുണ്ട്? ഈ ഒരു കാർ ഷോറൂം ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിലുണ്ട്. എന്നിട്ടാണ് നമ്മളൊരു ജനറൽ ആൻസർ എഴുതിയിട്ടുള്ളത്. ക്ലിയർ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടാസ്ക് 3, ആക്സിഡന്റ് റിപ്പോർട്ട്. Within a workplace, there are formal procedure for reporting accidents. ഇത് ഏത് എലമെന്റ് എന്നാണ് ചോദ്യം? ചോദിക്കുക ഞാൻ കമന്റ് ഓൺ ദ സെയിൽസ് സൂപ്പർവൈസേഴ്സ് അപ്രോച്ച് ടു റിപ്പോർട്ടിംഗ് ദ അപ്രന്റീസ് ആക്സിഡന്റ്. ഇത് 4th എലമെന്റ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബട്ട് ഒരു സിനാരിയോ ബേസ്, പ്യൂർലി സിനാരിയോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണത്. സെയിൽസ് സൂപ്പർവൈസറുടെ അപ്രോച്ചിനെ കുറിച്ച് കമന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ പാരഗ്രാഫ് ആക്കി എഴുതണോ, ബുള്ളറ്റിൻ പോയിന്റ് ആക്കി എഴുതണോ? What's your opinion? പാരഗ്രാഫിനല്ലേ സാറേ? അതെ, ഇത് പാരഗ്രാഫ് ആക്കി എഴുതുന്നതാണ് നല്ലത്. കമന്റ് എന്നുള്ളൊരു കാര്യം വരുമ്പോൾ ഏറ്റവും ബെറ്റർ, ബുള്ളറ്റിന് പോയതായി തെറ്റിയെന്നല്ല, ബെറ്റർ പാരഗ്രാഫ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കമന്റ് ചെയ്യുക? 5 മാർക്കിനാണ്, ഏകദേശം 150 വേർഡ്സ് മതിയായിരിക്കും. എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഈ സെയിൽസ് സൂപ്പർവൈസറുടെ അപ്രോച്ചിനെ കുറിച്ച് കമന്റ് ചെയ്യാനുള്ളത്? പെട്ടെന്ന് പറയും. അപ്രോച്ച് നെഗറ്റീവ് ആണ് ആളുടെ. അതൊരു ഫസ്റ്റ് പോയിന്റ്. അയാളുടെ അപ്രോച്ച് നെഗറ്റീവ് അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ പുവർ അപ്രോച്ച് ടുവാർഡ്സ് റിപ്പോർട്ടിംഗ് ദി ആക്സിഡന്റ് ആണുള്ളത്. പിന്നെ ആളുടെ ബ്ലെയിം കൾച്ചർ കാണുന്നുണ്ട്. ബ്ലെയിം കൾച്ചർ ഉണ്ട്. അയാൾ നടന്ന ആക്സിഡന്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഗുഡ്, അതൊരു നെഗറ്റീവ് അപ്രോച്ച് ആണ്. അയാളെ കാര്യങ്ങള്, അയാളുടെ മേലുള്ള ഉത്തരവാദിത്തമാണ് അത് റിപ്പോർട്ട് ചെയ്യണം. സ്റ്റിൽ ട്രൈസ് ടു ഹൈഡ് ദി ആക്സിഡന്റ്. പിന്നെ അപ്രന്റീസിനെതിരായിട്ടുള്ള ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല.
ഓക്കെ, അതൊരു നെഗറ്റീവ് അപ്രോച്ച്. ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ടോപ്പ് മാനേജ്മെന്റ് അപ്രോച്ച് ചെയ്യണം, അതിനെതിരെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങണം, അതൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ദാറ്റ്സ് എ നെഗറ്റീവ് അപ്രോച്ച്. ഓക്കെ, പിന്നെ ഇങ്ങനൊരു ചോദ്യം വരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറയാം. ഇങ്ങനൊരു ചോദ്യം വരുന്ന സമയത്ത്, കമന്റ് എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അതിനുള്ള പ്ലസ് പോയിന്റുകൾ, നെഗറ്റീവ് പോയിന്റ്സുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും എഴുതാനായിട്ട് പറ്റും. എന്നാലും നമുക്കൊരു 10 മാർക്കിനുള്ള അല്ലെങ്കിൽ 5 മാർക്കിനുള്ള കണ്ടന്റ് അതിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ട് പറ്റും. നോക്കാം നമുക്ക് എങ്ങനെ അത് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. The approach of sales supervisor is pathetic towards reporting the incident. അല്ലെ, അത് ക്ലിയർ ആയിട്ട് പറയണം. നേരത്തെ ഫാസിൽ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റ് ഇപ്പൊ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് പത്തറ്റിക് ആണ്, നെഗറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. They are utterly unaware of the importance of and need of reporting workplace accidents and incidents. അയാൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ സെയിൽസ് സൂപ്പർവൈസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നോളജ് ഇല്ല, അയാൾക്ക് അറിവില്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. This approach demonstrates that there is no culture of incident reporting in the showroom. In other hand, reactive monitoring is not taken seriously by the organization. അങ്ങനെ നമുക്ക് അതിനെ വായിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇയാൾ അപ്രോച്ചിനെ കുറിച്ചാണ് കമന്റ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അപ്രോച്ച് ഇല്ലാത്തത്, അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയാം. The reason behind this approach, അതാണ് കമന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസുകൾ സീരിയസ് ആയിട്ട് റിയാക്റ്റീവ് മോണിറ്ററിംഗ് നടത്തുന്നില്ല എന്നതും കൂടിയാണ് അയാളുടെ അപ്രോച്ചിനുള്ള മറ്റൊരു കാരണം. അങ്ങനെ അവർ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ആക്സിഡന്റുകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതൊക്കെ വളരെ സീരിയസ് ആയിട്ട് നിയർ മിസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം അയാൾ റിപ്പോർട്ട് ചെയ്യും. ഇപ്പോ സെയിൽസ് സൂപ്പർവൈസർ, സീനിയർ സെയിൽസ് പേഴ്സൺ, അയാൾ റിപ്പോർട്ട് ചെയ്തിട്ടും മാനേജ്മെന്റ് സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം ഈ സെയിൽസ് സൂപ്പർവൈസർ റിപ്പോർട്ട് ചെയ്യാത്തത്. മനസ്സിലായോ? And in other hand, reactive monitoring is not taken seriously by the organization. Obviously, it's a result of lack of training on accident reporting process and the need of doing so. All employees have a legal obligation to report workplace accident and incident as per the recommendation 16 of recommendation 164. They didn't report it. Thus, they didn't comply with the law. അത് നമുക്കുള്ള കമന്റ്, അവർ നിയമം തെറ്റിക്കുന്നു, അതിന്റെ കമന്റ് ആണ്. Furthermore, they are ignorant that reporting and investigating an incident helps to figure out immediate and root causes. The only one way to prevent recurrence is correcting the root causes, which are management failures, whereas the likelihood of another accident is very high. Furthermore, by not expecting the young apprentice to disclose the accident, they are negatively influencing him, which is showroom's negative health and safety culture indicator. They believe that the accident or near miss is a random and casual event that is not to be addressed until it became a fatality. This attitude is developed from lack of awareness on the cause of accident, and it can be changed by proper training. Okay, കുറച്ചുകൂടിയൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് ബ്ലെയിം കൾച്ചർ അവിടെ ഉണ്ട്, അത് ഒരു കമന്റ് ആണ്. ആ ബ്ലെയിം കൾച്ചർ ഉള്ളത് കൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യാതെ തന്നെ who is behind this accident directly, അയാളെ എന്താ ചെയ്യാന്ന് ബ്ലെയിം ചെയ്യുന്നത്, അയാൾക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത മനസ്സിലായിട്ടില്ല. ഈ പോയിന്റ്സുകൾ കൂടെ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയായിരുന്നു ഇത് കമന്റ് ചെയ്യേണ്ടിയിരുന്നത്. Then next question, 3rd B, how should the apprentice accident reported by the employer? എങ്ങനെയാണ് ഈ ആക്സിഡന്റ്, ഈ അപ്രന്റീസിന്റെ ആക്സിഡന്റ് എംപ്ലോയർ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ബൈ ദി എംപ്ലോയർ എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു ഉത്തരം എഴുതേണ്ടിരുന്നത്? എനിവൺ? ഇത് നമ്മള് റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ എഴുതിയാൽ മതിയോ? റിപ്പോർട്ടിൽ എന്തൊക്കെയാ വരേണ്ടത് എന്നുള്ള രീതിയിൽ? അതല്ല ചോദ്യം. ചോദ്യം ഇപ്പൊ ഫാസിൽ പറഞ്ഞതാണ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ഫോമിൽ
ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതിയോ? അത് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. 5 മാർക്കിനാണ്. ചോദ്യത്തിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്: ഹൗ ഷുഡ് ദ അപ്രന്റീസ് ആക്സിഡന്റ് ബി റിപ്പോർട്ടഡ് ബൈ ദ എംപ്ലോയർ? ഈ എംപ്ലോയർ എങ്ങനെയാണ് ഈ ആക്സിഡന്റിനെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത്? അതായത് ഈ എംപ്ലോയർ ആരോടാ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ആക്ച്വലി എംപ്ലോയർ ഈസ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. അപ്പൊ പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. യെസ്, ഗുഡ്. എക്സ്റ്റേണൽ ആയിട്ട് റിപ്പോർട്ട്. നമ്മൾ ഏത് ഭാഗത്തത് പഠിച്ചേ? ലാസ്റ്റ് 4th എലമെന്റിൽ റിയാക്റ്റീവ് മോണിറ്ററിംഗിനെ കുറിച്ചാണ് അല്ലെ? അപ്പോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയെ റിപ്പോർട്ട് ചെയ്യണം, ഫാമിലിയെ റിപ്പോർട്ട് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനിയെ റിപ്പോർട്ട് ചെയ്യണം അല്ലെ? ഇവരൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അത് എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം. ഈ റിപ്പോർട്ട് ഒന്നുകിൽ നമുക്ക് ടെലിഫോണിക് കോൺവെർസേഷൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു രാജ്യത്തിന്റെ നിയമത്തിനുള്ള ഒരു സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിംഗ് ഫോം ഉണ്ടായിരിക്കും, ആക്സിഡന്റ് റിപ്പോർട്ടിംഗ് ഫോം. ആ റിപ്പോർട്ടിംഗ് ഫോമിന് ഓരോ രാജ്യത്തും അതിൻ്റെതായ കോഡും പേരൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ അതിലേക്കൊന്നും പോവേണ്ട. സ്റ്റാൻഡേർഡ് ആക്സിഡന്റ് റിപ്പോർട്ടിംഗ് ഫോമിൽ ഈ കാര്യം എന്ത് ചെയ്യണം? അറിയിക്കുകയും വേണം. അപ്പൊ 5 മാർക്കിനാണ് ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ 5 മാർക്ക് കിട്ടില്ല. അപ്പോഴാണ് ഫാസിൽ നേരത്തെ പറഞ്ഞ ആ ബുദ്ധി കൂടെ ഉപയോഗിക്കേണ്ടത്. റിപ്പോർട്ടിംഗ് ഫോമിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളേണ്ടത് വളരെ വളരെ ബ്രീഫായിട്ട് അതും കൂടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പിന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാര്യം എന്താ ഇങ്ങനെ ചെയ്താലുള്ള മെച്ചം എന്നുള്ളതും ചെറുതായിട്ട് പറയാം. 5 മാർക്കിനല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ആൻസറിൽ വരേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കാര്യം എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നോളജ് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്, ലൈക്ക് ആനിമേഷൻ വീഡിയോസ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ബോർഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഈ നോളജ് ഉണ്ടായത് കൊണ്ട് നിബോഷ് IGC പാസ്സാവില്ല. നിബോഷ് IGC മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സാം ഓറിയന്റഡ് സ്റ്റഡി വേണം. അതിനാണ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അത് എങ്ങനെയാണ് ആൻസർ ചെയ്തത് ക്ലിയർ ആയിട്ട് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിരുന്നു, ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിരുന്നു. ജൂൺ 2021 സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി പാർട്ട്, അത് ഓൾമോസ്റ്റ് ഈ ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാനിപ്പോൾ അത് കാണിച്ചു തരുന്നില്ല. ക്വസ്റ്റ്യൻ ഒരുപാട് ടൈം പോവും, എനിക്ക് ആദ്യം അത് എവിടെ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തണം. നിങ്ങളെ ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല. ജൂൺ 2021 2B പാർട്ട് സിമിലർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത് പഠിച്ചൊരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തൊരു കാൻഡിഡേറ്റിന് വളരെ ഈസി ആയിട്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ ഫാസിലിന് ഇങ്ങനെ ഡൗട്ട് വന്നത് ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ആ ആൻസറിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ പറ്റും, എന്താണ് എക്സാമിനർ ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. ആ ക്വസ്റ്റ്യൻ ജൂൺ 2021 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് പറ്റും. ഇനി അത് എങ്ങനെ ആൻസർ ചെയ്യുന്നത് പെട്ടെന്ന് പറയാം. ഇവിടെ പാരഗ്രാഫ് ആക്കി എഴുതുന്നതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത് ബുള്ളറ്റിൻ പോയിന്റ് ആക്കുന്നതാണ്. പാരഗ്രാഫ് എഴുതുകയാണെങ്കിലും ഇവിടെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്ക്, മറ്റുള്ളതിനെ പോലെയല്ല. ഇനി ദി ആക്സിഡന്റ് ഒക്കേർഡ് ഇൻവോൾവിംഗ് അപ്രന്റീസ് മസ്റ്റ് റിപ്പോർട്ടഡ് ബൈ ദി എംപ്ലോയർ on the notify all relevant authorities which include top management, law enforcement agency, insurance providers, family. The employer can report this via filing standard accident reporting form a regular way over the phone or email. The employer must provide them with precise day, time, accident of the accident, as well as the other pertinent information such as name of the company, the equipment used, and so on. The information should contain the victim's name, activity they were engaged during the accident, the apprentice's wrist was fractured here. So the report should include the specifics like what kind of first aid is given, what kind of medical treatment is given just after the accident. ഇതൊക്കെ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് എന്ത് ചെയ്യണം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. It must be included a brief description of the event, such as the accident occurred when the apprentice was exiting the vehicle after parking it, when he tripped over their seat belt and fell on their hands on the hard stand, concrete hard stand. For the purpose of reference and evidence, the employer should also preserve records of events in the form of accident incident report. This will also act as means of meeting legal requirements.
അപ്പൊ ഇങ്ങനെ അതെന്ത് ചെയ്യാം, ഒരു ജനറൽ ആയിട്ട് അത് കമന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇങ്ങനെ അപ്രന്റീസിന്റെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന്റെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ജനറൽ ആയിട്ട് എഴുതിയാൽ ഇതിന് മാർക്ക് കുറക്കും. ഇവിടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഹൗ ഷുഡ് ദ അപ്രന്റീസസ് ആക്സിഡന്റ് എന്താ ചോദിച്ചത്, മനസ്സിലായി? ഇവിടെ നമുക്ക് തന്ന അപ്രന്റീസിന്റെ ആക്സിഡന്റ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാന്നുള്ള. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്തിലായിരിക്കണം? ജനറൽ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലേക്കല്ല, അപ്രന്റീസിന്റെ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലേക്ക് വേണം നീങ്ങാനായിട്ട്. അപ്പൊ അങ്ങനെ ചില ഡയറക്ഷൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാസ്ക് നമ്പർ 4. ഒരു മിനിറ്റ് ഇതില് ഞാൻ എഴുതിയ എംപ്ലോയർ എന്നുള്ള ഞാൻ ഇപ്പോഴാണ് ശരിക്കും ശ്രദ്ധിക്കുന്നത്. ഞാൻ മറ്റേ കണ്ട ആളുണ്ടല്ലോ വിറ്റ്നസ് സൂപ്പർവൈസർ, അതാണെന്നുള്ള ലെവലിലാണ് ഉത്തരം എഴുതി പോയത്. അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് മാത്രം മതിയാവില്ല, ആളെ ചോദിക്കുന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വേണ്ടി വരുമോ? നിങ്ങള് എംപ്ലോയി എന്നുള്ളത് വായിച്ച് ആ കണ്ട ആളെ വിറ്റ്നസ് എഴുതിയാൽ നിങ്ങൾക്ക് അതിൽ 1 മാർക്കും കിട്ടില്ല, 5 മാർക്കും അത് മിസ് ചെയ്യും. അല്ല അതല്ലേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, ഇന്റേണൽ റിപ്പോർട്ടിംഗ് എഴുതിയാൽ മതി. ദാറ്റ്സ് ഫൈൻ. കാര്യം എംപ്ലോയറിന്റെ ഡ്യൂട്ടിയാണ് ബാക്കിയുള്ളവരെ ആയിരിക്കും, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണത് എക്സ്റ്റേണൽ റിപ്പോർട്ട് ചെയ്യണത്. മനസ്സിലായോ? അതാ ഈ ഡയറക്ഷൻ, ഉത്തരത്തിന്റെ ഡയറക്ഷൻ മാറിയാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഉത്തരം എഴുതി ഓക്കെ ആണെന്നുള്ളത്. ബട്ട് ഡയറക്ഷൻ മാറിയതിന്റെ പേരിൽ ആൻസറിൽ ഒന്നും കിട്ടില്ല. ഇനി അടുത്ത ടാസ്ക് നമ്പർ 4, ദ ലീഗൽ റീസൺ ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്. 10 മാർക്കിനാണ്. വാട്ട് ആർ ദ ലീഗൽ റീസൺസ് വൈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഷുഡ് ബി മാനേജ്ഡ് അറ്റ് ദ കാർ ഷോറൂം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പെട്ടെന്ന് പറയണം. എനിവൺ? ILOയുടെ കൺവെൻഷൻ റെക്കമെൻഡേഷൻ പ്രകാരം അത് ആ സ്റ്റാൻഡേർഡ് പാലിക്കേണ്ടതുണ്ട്. പിന്നെ ഗവൺമെന്റ് ലോസ് ഉണ്ടാവും ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള. ഓക്കെ, ഗുഡ്. അത് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി. ആ പോയിന്റ്സുകളാണ് നമ്മുടെ ഫോക്കസ് ഉള്ളത്. ഇനി ഇതേ ചോദ്യം ഓഗസ്റ്റ് 2021 ടാസ്ക് 8 ചോദിച്ചിരുന്നു. സെയിം ചോദ്യം, ആകെ ഒരു വ്യത്യാസം, കാർ ഷോറൂം എന്നുള്ളതിന് പകരം അവിടുത്തെ വർക്ക് സിനാരിയോ ആയിരുന്നു. ഐ തിങ്ക് വെയർ ഹൗസ് ഓർ സംതിങ്. ഓഗസ്റ്റ് 2021 ടാസ്ക് 8. ഓക്കെ, ഞാനത് കാണിച്ചു തരണോ? അത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനത് കാണിക്കാനുള്ള കാര്യം, എത്രത്തോളമാണ് നിങ്ങൾ ഈ ഓൾഡ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാണിച്ചു തരാം. ഓക്കെ, ഫെബ്രുവരി 2022 4ാമത്തെ ടാസ്ക് നോക്കാം. വാട്ട് ആർ ദ ലീഗൽ റീസൺസ് വൈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഷുഡ് ബി മാനേജ്ഡ് അറ്റ് ദ കാർ ഷോ? ഓക്കെ, 10 മാർക്ക്. ഇനി ഓഗസ്റ്റ് 2021 ടാസ്ക് 8 നോക്കാം. വാട്ട് അപ്പിയർ ടു ബി ദ ലീഗൽ റീസൺ ഫോർ ദ വേ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഈസ് മാനേജ്ഡ് അറ്റ് ദ കാർ വർക്ക്ഷോപ്പ്? 10 മാർക്ക്. സെയിം ക്വസ്റ്റ്യൻ, മനസ്സിലായോ? പക്ഷെ ഒന്ന് കാർ വർക്ക്ഷോപ്പാണ്, വർക്ക്ഷോപ്പാണ്, മറ്റൊന്ന് കാർ ഷോറൂമാണ്. ആ ചെറിയൊരു ഇതിലുള്ള സിനാരിയോയിലുള്ള ചെറിയ വ്യത്യാസമുള്ളൂ, ബട്ട് നമ്മുടെ ഫോക്കസ് എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇത് പഴയ ക്വസ്റ്റ്യനും ഈ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ 20 മാർക്ക് ഉറപ്പായി. ഓക്കെ, ഇതെല്ലാം അതിന്റെ ഐഡിയൽ ആൻസർ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. സോ ആ മാർക്ക് ഉറപ്പായി. ഏതായാലും ഈ നേരത്തെ ഫാസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. പാരഗ്രാഫ് ആക്കി എഴുതുന്നതാണ് ഇവിടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം ഒന്ന് നമുക്ക് കൺവിൻസ് ചെയ്യാണ് ഒരാള്. അപ്പോൾ ഒരു ഡെവലപ്പ് ചെയ്ത് എഴുതണം എന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് ആക്കി എഴുതണം. എന്നാലും ഒരുപാട് പോയിന്റ്സുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനിത് പെട്ടെന്ന് വായിക്കാം, ഞാനിത് അർത്ഥമൊന്നും പറയുന്നില്ല, ഈസിയാണ്.
In accordance with the ILO Convention 155, Recommendation 164, every country has their own laws on health and safety at the workplace. Failure to follow these health and safety rules and regulations causing an accident which could result in official enforcement action by relevant authorities. The authorities can take official enforcement proceedings against the showroom, such as issuing a prohibition notice. When this happens, the showroom will have to stop the sale and service and take necessary actions to achieve the compliance. The organization will suffer financially as a result of this prohibition notice. When the enforcement agency believes that modifications are required in the showroom, it can send improvement notice in particular circumstances. Thus, the business is also being disrupted completely or partially due to the ongoing modification as per their requirement. That may not be the only case. The enforcement authority may charge top management for failing to follow legal guidelines. For non-compliance, the court may order the organization to pay hefty fine. Such prosecution may result in the showroom being blacklisted by the authorities or by auto manufacturers and associated reputation loss. In fact, auto companies will stop working with them as dealers. Criminal court rulings are covered by the media and broadcast to the general public. Customers will no longer desire to buy their vehicles from this dealership because of this negative publicity. This will severely derail the company, resulting in massive financial losses. For legal non-compliance, the top management may be imprisoned and fined. Victims of the accident have the right to sue for compensation in civil court. In addition to the court punishment, the vehicle dealership will be required to settle the victim claim. Above and beyond the aforementioned costs, the vehicle dealership will be responsible for court costs, attorney fees, and time that is spent in the court. The cumulative result will be huge in case this auto company has many showrooms in the country. സെയിം ഡീലർഷിപ്പിന്റെ അണ്ടറിൽ ഒരുപാട് എന്തുണ്ടാവും, ഇങ്ങനെ ഷോറൂമുകൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരു ഷോറൂമിൽ അപകടം പറ്റിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഷോറൂമിന്റെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെട്ടാൽ തന്നെ എല്ലാ കമ്പനിയും ഇത് ബാധിക്കും. ഓൾ ഓഫ് ദീസ് above legal issues and their financial impacts can be eliminated by the car dealership managing their workplace, by the car dealership managing their all of these above legal issues and their financial impacts can be eliminated by managing their workplaces health and safety. Okay, അപ്പൊ ഈ ഒരു ടേം ഇതിൽ എന്തായാലും വന്നിരിക്കണം. ഈ ഡീലർഷിപ്പ് എന്നുള്ള പറഞ്ഞേക്കാം, ഈ കാർ ഡീലർഷിപ്പ് എന്ന് പറഞ്ഞേക്കാം. സോ സി, ഇങ്ങനെയാണ് ഈ ഒരു 10 മാർക്കിന്റെ പോയിന്റ് എഴുതേണ്ടത്. ഇതൊരു ജനറിക് ആണ്, ബട്ട് നമ്മളൊന്നും കൂടെ എന്താ ചെയ്തു, ഷോറൂമിന്റെ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇതേ ചോദ്യം ഇനി അടുത്തൊരു സിനാരിയോയിൽ ചോദിക്കാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ എഴുതേണ്ടത്. ഈ സിനാരിയോയിലെ ആ ഒരു ടേം മാത്രം നിങ്ങൾക്ക് മാറ്റാനുണ്ടാവുന്നുള്ളൂ. ഇതൊക്കെ ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഞാനത് കൂടുതൽ സമയം കളഞ്ഞില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാസ്ക് നമ്പർ 5, വർക്കേഴ്സ് റെസ്പോൺസിബിലിറ്റി ഇൻ ദ വർക്ക് പ്ലേസ്. 10 മാർക്കിനാണ് ചോദ്യം. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദി ഇൻജോർഡ് അപ്രന്റീസ് മേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് സം ഓഫ് ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആസ് എ വർക്കർ വിത്തിൻ ILO കൺവെൻഷൻ 155, ആർട്ടിക്കിൾ 19 ഓഫ് റെക്കമെൻഡേഷൻ 164. ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതായാലും ചോദ്യം ഇതാണ്. കൺവെൻഷൻ 155 കൺവെൻഷൻ 155 ആർട്ടിക്കിൾ 19ലും റെക്കമെൻഡേഷൻ 16 ഓഫ് റെക്കമെൻഡേഷൻ 164ലും ഒക്കെ ഒരു എംപ്ലോയിയുടെ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഡ്യൂട്ടീസ് എത്രത്തോളമാണ് നമ്മുടെ അപ്രന്റീസ് വയലേറ്റ് ചെയ്തിട്ടുള്ളത്, അതിനെ പറ്റിയാണ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഉത്തരം എങ്ങനെ എഴുതാനായിട്ട് പറ്റും? എനിവേ, ഈ ഉത്തരം എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾ ആദ്യം എന്താ ചെയ്യാ? ഈ ചോദ്യം കേട്ടാൽ എല്ലാരും ഉറങ്ങിയോ? ആദ്യം നമ്മുടെ ആർട്ടിക്കിൾ പോയി വായിക്കണം. ഗുഡ് ഗുഡ്. ആദ്യം ഈ ആർട്ടിക്കിൾ 19 ഓഫ് കൺവെൻഷൻ 155 നേരെ വെബ്സൈറ്റിൽ പോയി ഐലോയുടെ സൈറ്റിൽ പോയിട്ട് വായിക്കും. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ 164ലെ റെക്കമെൻഡേഷൻ 16ഉം വായിക്കും. പിന്നെ അതിലെന്താണ് വരുത്തിയിട്ടുള്ളത് മനസ്സിലാക്കണ്ടേ?
എത്ര തെറ്റ് വരുത്തിയിട്ടുണ്ടെന്നുള്ളതിൽ. യെസ്, അപ്പൊ സിനാരിയോ ഒന്നുകൂടെ വായിക്കേണ്ടി വരും അല്ലെ. അപ്പൊ ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കുന്ന നേരത്തെ തന്നെ നിങ്ങൾക്ക് സിനാരിയോയിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബുള്ളറ്റിൻ പോയിന്റ്സ് എഴുതലാണ്. അപ്പോൾ ഒരു ആർട്ടിക്കിളിന്റെ ഒരു ഭാഗം പറയുന്നു, അതേ സമയം തന്നെ അത് വയലേറ്റ് എഴുതുന്നു എന്ന് പറയാം. ഈ ഒരു ക്വസ്റ്റ്യന് പലപ്പോഴും കാൻഡിഡേറ്റ് ഒരുപാട് വേർഡ് വേസ്റ്റ് ആക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആദ്യം ആർട്ടിക്കിൾ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും, എന്നിട്ട് അടുത്ത പോയിന്റ് എന്ത് ചെയ്തു, ഈ ആർട്ടിക്കിള് വയലേറ്റ് ചെയ്തതിന്റെ വലിയ എക്സ്പ്ലനേഷൻ. അപ്പൊ ഒരേ കാര്യം 2 തവണ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേർഡ്, ഇത് 10 മാർക്കിനാണ്, നിങ്ങൾക്ക് 300 വേർഡ്സ് എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ അവസാന നിമിഷം വേർഡ് കുറക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലോ ഉണ്ട്, അത് വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം, പെട്ടെന്ന് പറയണം. സിനാരിയോയില് നിങ്ങൾ പറ, ഏതൊക്കെയാണ് വയലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസുകൾ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യമായിട്ടാണോ ഈ ക്വസ്റ്റ്യൻ വരുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണോ ഈ ക്വസ്റ്റ്യൻ വരുന്നത്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്? അല്ല, ഈ ക്വസ്റ്റ്യൻ 3-4 തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഏപ്രിൽ 2021 ടാസ്ക് 1 ക്വസ്റ്റ്യൻ ഇതുപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസംബർ 2021 ടാസ്ക് 1 എംപ്ലോയർ ആൻഡ് ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുള്ള സിമിലർ ക്വസ്റ്റ്യൻ. സിമിലർ മീൻസ് അതും ഇങ്ങനെ ലോ കമ്പയർ ചെയ്തിട്ടുള്ള ഡ്രോബാക്സുകൾ കണ്ടെത്തലായിരുന്നു. ഫെബ്രുവരി 2021 ടാസ്ക് 2 എന്തായിരുന്നു, എംപ്ലോയർ ആൻഡ് ഡ്യൂട്ടീസ് വയലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സി നിങ്ങൾക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേ ചോദ്യമാണ് ഫെബ്രുവരി 2022 ചോദിച്ചത്. അതായത് 4ാമത്തെ തവണയാണ് ഈ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ എഴുതണം, അതിന്റെ ഫ്ലോ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. പറ, എങ്ങനെയായിരുന്നു അത് എഴുതേണ്ടിയിരുന്നത്? ഏതൊക്കെ റൂളാ വയലേറ്റ് ചെയ്തത് പെട്ടെന്ന് പറയാൻ പറ്റുമോ? സിനാരിയോയിലുള്ള വയലേഷൻസ്. അതിൽ വർക്കേഴ്സ് റെസ്പോൺസിബിലിറ്റിന്റെ ഭാഗം ഉണ്ടല്ലോ നമ്മളെ കൺവെൻഷൻസിൽ, അത് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെ? എംപ്ലോയറുടെ ഡ്യൂട്ടി വരുന്നുണ്ടല്ലോ. എംപ്ലോയറുടെ ഡ്യൂട്ടി വയലേറ്റ് ചെയ്തത് പറയാൻ പറ്റുമോ? നമ്മൾ അപ്രന്റീസ് എന്തൊക്കെയാണ് വയലേറ്റ് ചെയ്തതെന്നാ ചോദിച്ചത്. അത് മാത്രം. അപ്പൊ എംപ്ലോയിയുടെ കാര്യം മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വേറെ ഒരുപാട് വയലേഷൻസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ ഇവിടെ. അൺസേഫ് ആക്ടുകളൊക്കെ, അതൊക്കെ നമുക്ക് വയലേഷൻ ആയിട്ട് പറയണം. എന്തൊക്കെ അൺസേഫ് ആക്ടുകളാണ് ഉള്ളത്? വെഹിക്കിൾ നല്ല സ്പീഡിലാണ് പോയത്, ഇൻസ്ട്രക്ഷൻ വേറല്ല. ഓക്കെ, പിന്നെ വെഹിക്കിൾ ഫാസ്റ്റ് മൂവിങ് ആണ്. വേറെന്തൊക്കെയാണ് അൺസേഫ് ആയിട്ട് ഈ വർക്കർ ചെയ്തിട്ടുള്ളത്? സൈൻ ബോർഡ് ഓൾറെഡി ഉണ്ട്, മൊബൈൽ യൂസ് ചെയ്തത്. സൈൻ ബോർഡ് ഫോളോ ചെയ്യുന്നില്ല. ഒരു മെയിൻ ഡ്യൂട്ടിയാണ് എംപ്ലോയർ സെറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത്. അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തില്ല, അത് മെയിൻ ഡ്യൂട്ടിയാണ്, അത് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങളിലൂടെ പോവേണ്ടി വരുന്നത്. അപ്പോഴാണ് നിങ്ങൾ സിനാരിയോ ഒന്നുകൂടെ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നത്. ഇതിലെവിടെയെങ്കിലും സിനാരിയോയിൽ വേറെ എന്തെങ്കിലും പോയിന്റ്സ് പറയുന്നുണ്ടോ? ഓക്കെ, ഒരുപാട് പോയിന്റ്സുകളുണ്ട്. നമുക്ക് ഇത് ആദ്യം എനിക്ക് നിങ്ങളോട് ആദ്യം കൺവെൻഷൻ 155 ആർട്ടിക്കിൾ കാണിച്ചു തരണം, പിന്നെ റെക്കമെൻഡേഷൻ കാണിച്ചു തരണം. ഒരുപാട് ടൈം എടുക്കും, അത് വായിക്കണം. ഞാനതൊന്നും ചെയ്യുന്നില്ല. പകരം നിങ്ങൾ ഓൾറെഡി വളരെ ഫെമിലർ ആണ് കൺവെൻഷൻ 155 റെക്കമെൻഡേഷൻ 164. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആൻസർ എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് എഴുതാം എന്ന് മാത്രമേ കാണിച്ചു തരാം. ദി അപ്രന്റീസ് ഹാഡ് ബ്രോക്കൺ എ ഫ്യൂ ഓഫ് ILO's കൺവെൻഷൻ 155 ആൻഡ് റെക്കമെൻഡേഷൻ 164 എന്ന് പറഞ്ഞിട്ട് ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ ഓരോ ബുള്ളറ്റിൻ പോയിന്റ്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ എഴുതാം. ആദ്യം ആർട്ടിക്കിൾ 19A പറയുന്ന ഒരു കാര്യമാണ് കൺവെൻഷൻ 155 എംപ്ലോയീസ് എല്ലാവരും എംപ്ലോയറെ കോപ്പറേറ്റ് ചെയ്യണം, അവർ പറയുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണം എന്നുള്ളത്. ബട്ട് ദി അപ്രന്റീസ് ഹാസ് ഡിസൊബൈഡ് ദി റെഗുലേഷൻ ബൈ റാഷ് ഡ്രൈവിംഗ്, സ്പീഡ് ഡ്രൈവിംഗ്, mishandled the fire extinguisher. They have jeopardized their own lives as well as the lives of others. It is against the duty of care.
ഒരു മെയിൻ കാര്യമാണ് സ്വന്തം ഡ്യൂട്ടി, സ്വന്തം സേഫ്റ്റി ഉറപ്പുവരുത്തണം, മറ്റുള്ളവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്നുള്ളത്. ദാറ്റ്സ് 19A ഓഫ് കൺവെൻഷൻ 155 പറയുന്ന കാര്യമാണ്. അത് ഇവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. 16A ഓഫ് റെക്കമെൻഡേഷൻ 164 പറയുന്ന കാര്യമാണ് workers required to take reasonable care to ensure the safety of themselves and those who may be affected by their action. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് കൺവെൻഷനിലും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 പോയിന്റ് ആക്കി എഴുതാൻ പറ്റും. കാര്യം എന്താ, ഇവിടെ ചോദ്യത്തിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, കൺവെൻഷൻ 155ലും റെക്കമെൻഡേഷൻ 164ലും വയലേറ്റ് ചെയ്തിട്ടുള്ള എന്താന്ന് ചോദിച്ചത്. അപ്പൊ നിങ്ങളോട് കൺവെൻഷൻ 155 മാത്രമാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം ഫോക്കസ് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരേ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യം 2 തവണ എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഡ്യൂട്ടി ഓഫ് കെയർ. ഡ്യൂട്ടി ഓഫ് കെയർ എന്ത് വയലേറ്റ് ചെയ്തിട്ടുണ്ട്? കാര്യം മൊബൈൽ യൂസ് ചെയ്യുന്നു, ആ ഒരു കാര്യം അയാള് മൊബൈൽ യൂസ് ചെയ്തിട്ട് ഫാസ്റ്റ് ഡ്രൈവിംഗ് അതൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അയാൾ ബാക്കിയുള്ളവരുടെയൊക്കെ അയാളുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ ലൈഫ് റിസ്കിലാക്കിയിട്ടും ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. ദാറ്റ് ഇസ് എ വയലേഷൻ. റെക്കമെൻഡേഷൻ 16B പറയുന്നത് employer's instruction, his or her own safety and the safety of others. All the safety instruction for safe driving have been violated by the young apprentice. അവിടെ സേഫ് വെഹിക്കിൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതെല്ലാം വയലേറ്റ് ചെയ്തിട്ടുണ്ട്. 16C പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എക്യുപ്മെന്റുകളൊക്കെ പ്രോപ്പർലി യൂസ് ചെയ്യണം. പ്രോപ്പർലി യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊടുത്ത് പറയുന്നതാണ് സേഫ്റ്റി ഡിവൈസസുകളൊക്കെ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ. അതേസമയം ഇവിടെ അവിടുത്തെ സൈറ്റ് റൂളുകളൊക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ വെച്ചിട്ട് സെയിൽസ് സൂപ്പർവൈസറെ എന്താവുന്നു, കളിക്കുന്നു സെയിൽസ് സൂപ്പർവൈസറുമായിട്ട്. സോ ദാറ്റ്സ് 16C വയലേറ്റ് ചെയ്തതിന്റെ എക്സാമ്പിൾ ആണ്. 16D വയലേറ്റ് ചെയ്യുന്നത് അൺസേഫ് കണ്ടീഷൻ, അൺസേഫ് ആക്സിഡന്റുകൾ, നിയർ മിസ്സസുകൾ, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഡ്യൂട്ടി ഉണ്ട്. ബട്ട് ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. 16E ഓഫ് റെക്കമെൻഡേഷൻ 164 പറയുന്നത് ഇതെല്ലാം അപ്രന്റീസ് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ബട്ട് ഒന്നും എന്ത് ചെയ്തില്ല, റിപ്പോർട്ട് ചെയ്തില്ല. അയാളുടെ കൈ ഹാമായി, റിസ്റ്റ് ഫ്രാക്ചർ പറ്റി, എന്നിട്ട് പോലും അയാളത് എന്ത് ചെയ്യുന്നു, മറച്ചു വെക്കുന്നു. ഓക്കെ, സോ ഒരു 10 മാർക്കിനാണ്. സോ 10 പോയിന്റ്സുകൾ ഡിഫറെന്റ് പോയിന്റ്സുകളായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാസ്ക് നമ്പർ 6, നിയർ മിസ്സസിനെ ആയിരുന്നു ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്, ഇസ് ഇറ്റ് ഓഫ്റ്റൻ എ മാറ്റർ ഓഫ് ചാൻസ് ദാറ്റ് എ നിയർ മിസ് ടേൺസ് ഇൻടു ആൻ ആക്സിഡന്റ്? ആക്സിഡന്റ്, ഓക്കെ, നിയർ മിസ്സസുകൾ നാളെ ഒരു ആക്സിഡന്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം ഇതാണ്, ഹൗ കുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ പ്രീവിയസ് നിയർ മിസ്സസ് ഹാവ് ഹെൽപ്ഡ് പ്രിവെന്റ് ദിസ് ആക്സിഡന്റ്? നമ്മൾ ഈ നിയർ മിസ്സസുകളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ എങ്ങനെയാണ് ഈ ഫർദർ ആക്സിഡന്റുകൾ തടയാൻ പോകുന്നത്? ഇതാണ് ചോദ്യം. എങ്ങനെയാണ് തടയാൻ പോകുന്നത്? നിങ്ങൾ പറ. നമ്മളുടെ ആക്റ്റീവ് മോണിറ്ററിംഗ് കാരണം. ഇസ് ഇറ്റ് ആക്റ്റീവ് മോണിറ്ററിംഗ്? നിയർ മിസ് ഇൻവെസ്റ്റിഗേഷൻ ആക്റ്റീവ് മോണിറ്ററിംഗ് ആണോ? നിയർ മിസ് റിയാക്റ്റീവ് മോണിറ്ററിംഗ് ആണ്. പക്ഷെ അത് ആക്സിഡന്റ് അല്ലാത്തതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇറ്റ്സ് കൺഫ്യൂസിങ്. ബട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് എന്താണ്? ഇറ്റ്സ് എ റിയാക്റ്റീവ് മോണിറ്ററിംഗ്. ഓക്കെ, കൺഫ്യൂസിങ് ആണത്. ബട്ട് ഈ നിയർ മിസ് എന്നത് പറഞ്ഞത് തന്നെ അൺവാണ്ടഡ് ഇവന്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റിയാക്റ്റീവ് മോണിറ്ററിംഗ് ആയിട്ടാണ് പരിഗണിക്കുക. എന്തായാലും ആ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യൂ. റിയാക്റ്റീവ് മോണിറ്ററിംഗ് ചെയ്താൽ പിന്നെ അതിന്റെ റിസ്ക് പരമാവധി മനസ്സിലാവും, റിസ്ക് അസസ്മെന്റ് നടത്താം, പിന്നെ അതിന്റെ ഇനി ഉണ്ടാവാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, കാര്യങ്ങൾ ചെയ്യാം. ഒന്നും കൂടി എന്തൊക്കെയാണ് ഒരു ആക്ഷൻ വരാൻ പോകുന്നത് അതിന്റെ ബേസിൽ ഒന്നും കൂടി പറയണത്. കറക്റ്റ് ആണ് പറഞ്ഞത്. ബട്ട് എങ്ങനെയാണത് വീണ്ടും ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണത്. ഇത് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം? ഏത് എലമെന്റ് എന്നാണ് ചോദ്യം? എലമെന്റ് 4 അല്ലേ? എലമെന്റ് 4 ആണ്. എങ്ങനെയാണ് ഈ നിയർ മിസ്സസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ നാളെ ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കുക? നിങ്ങൾ തന്നെ പറയണം. കാരണം അത്രയ്ക്കും ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത്.
ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, സൂപ്പർവിഷൻ നടത്താം. സൂപ്പർവിഷന്റെ ഒക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും, അപ്പൊ അതൊക്കെ കൊടുക്കാം. അപ്പൊ വീണ്ടും ആക്സിഡന്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഉള്ള പ്രൊസീജിയേഴ്സിന്റെ എഫക്റ്റീവ്നെസ് ചെക്ക് ചെയ്യാം, എന്നിട്ട് അതിന്റെ വേണ്ട മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, നിലവിലുള്ള കൺട്രോൾ മെഷർ ഒക്കെ എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ്. നിലവിലുള്ള ആക്റ്റീവ് മോണിറ്ററിംഗ് ഒക്കെ അസസ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. ഗുഡ്. പിന്നെ പോളിസി റിവ്യൂ ചെയ്യാം, നമ്മുടെ പോളിസി ഒക്കെ റിവ്യൂ ചെയ്യാം. പക്ഷെ ഇതൊക്കെ ശരിയാ. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പറയുന്നത് എന്താ അറിയോ, എടുക്കാനുള്ള റെമഡിയൽ ആക്ഷൻസ് ആണ്. വെരി ഗുഡ്. ആ റെമഡിയൽ ആക്ഷൻ ഒക്കെ നിങ്ങളുടെ ആൻസറിൽ വരണം, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വരണം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെയാണ് റെമഡിയൽ ആക്ഷൻ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പോളിസി റിവ്യൂ ചെയ്യാത്തതാണ്, സൂപ്പർവിഷൻ കൊടുക്കാത്തതാണ്, ട്രെയിനിങ് കൊടുക്കാത്തതാണ്, ആക്റ്റീവ് മോണിറ്ററിങ്ങിനെ അസസ് ചെയ്യാത്തതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു സേഫ്റ്റി കൾച്ചർ ഇല്ല. സേഫ്റ്റി കൾച്ചർ പോസിറ്റീവ് ആക്കി കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗുഡ്. ഓക്കെ, ഫൈൻ. അങ്ങനെ ഒരു സേഫ് പ്രാക്ടീസ്, സേഫ് ബിഹേവിയർ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ ചോദ്യം, നിങ്ങൾ നിയർ മിസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് കൊണ്ട് എന്താ മെച്ചം? നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ ചെയ്താൽ പോരെ? എന്തിനാ നിയർ മിസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ടൈം കളയാൻ പോകുന്നത്? ഞാൻ പറഞ്ഞ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. സുൽഫിക്കർ പറയും. വർക്കേഴ്സിന്റെ മൊറാലിറ്റി വർദ്ധിക്കും. ഗുഡ്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ അത് വർക്കേഴ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കുന്നതാണ്. അവരുടെ മൊറാലിറ്റി വളരെ പെട്ടെന്ന് ക്ലിയർ ആയിട്ട് കൂടും. കാര്യം എന്താ, ഒരു നിയർ മിസ് നടന്നിട്ട് തന്നെ മാനേജ്മെന്റ് എന്താവുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അവര് നമ്മുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിക്ക് വളരെ കൺസേൺ ആണ്. ആ ഒരു ഫീലിംഗിൽ നിന്നാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്, ക്വാളിറ്റി കൂടുന്നത്. ഗുഡ്. പ്രൊഡക്ഷൻ വർദ്ധിക്കും. പ്രൊഡക്ഷൻ സെയിൽസ് കൂടും. ഗുഡ്. ലീഗൽ ഒബ്ലിഗേഷൻ അല്ലേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനുള്ള? നിയർ മിസ് ചെയ്യണം എന്നുള്ളത് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ ലീഗൽ കംപ്ലയൻസ് കിട്ടും. ഓക്കെ, പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ആ 10 മാർക്കിനുള്ള ഡയറക്ഷനിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഒന്നും കൂടി ചോദ്യം വായിക്കാം. ഹൗ കുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ പ്രീവിയസ് നിയർ മിസ്സസ് ഹാവ് ഹെൽപ്ഡ് പ്രിവെന്റ് ദിസ് ആക്സിഡന്റ്? പോയിന്റ്സുകളൊക്കെ പറഞ്ഞു. യെസ്, അതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ആൻസർ. ആരാണ് പറഞ്ഞത്? റൂട്ട് കോസ് എന്ന് ആരാ പറഞ്ഞത്? അശ്വിൻ. ഗുഡ്. സോ അതാണ് നമ്മുടെ പോയിന്റ്സ്. ഇതാണ് മാർക്ക് പറയാനുള്ള ഒരു കാര്യം. ഈ റൂട്ട് കോസ് എന്നുള്ളൊരു ടേം നിങ്ങളുടെ ആൻസറിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല പോർഷൻ മാർക്ക് എക്സാമിനർ തരില്ല. നിങ്ങൾ റൂട്ട് കോസിനുള്ള കാരണങ്ങൾ പറഞ്ഞു, അതിനുള്ള റെമഡിയൽ ആക്ഷൻസ് ഒക്കെ പറഞ്ഞു, പക്ഷെ ഈ റൂട്ട് കോസ് എന്നുള്ള ടേം വന്നിട്ടില്ല നിങ്ങളുടെ ആൻസറിൽ എവിടെയും. അതിനാണ് നമ്മുടെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന് അണ്ടറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് മൈൻഡിൽ വരേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻ ഇവന്റ്. ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു റിയാക്റ്റീവ് മോണിറ്ററിംഗ് 2 ടൈപ്പിലാണ്. ഒന്ന് ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്നു, മറ്റൊന്ന് ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഒരുപാട് നിയർ മിസ്സസുകൾ ഉണ്ടായതിനു ശേഷം അത് ആക്സിഡന്റ് ആയിട്ട് മാറും. പല തിയറീസുകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഹെൻറിച്ചിന്റെ ട്രയാങ്കിൾ ഉണ്ട്, ഇൻസിഡന്റ് റേഷ്യോ ട്രയാങ്കിൾ ഉണ്ട്, ഫ്രാങ്കി ബേർഡിന്റെ ട്രയാങ്കിൾ ഉണ്ട്. ഒരു ഹെൻറിച്ചിന്റെ ട്രയാങ്കിൾ പറയുന്നത് 300 നിയർ മിസ്സസുകൾ ഉണ്ടായതിനു ശേഷമാണ് 29 മൈനർ ഇഞ്ചുറീസുകൾ ഉണ്ടാവുന്നത്, ശേഷമാണ് ഒരു ഫറ്റാലിറ്റി ഉണ്ടാകുന്നത്. അപ്പൊ ഈ 300 നിയർ മിസ്സസുകൾ ഞങ്ങളുടെ വർക്ക് പ്ലേസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ അതൊരു ഫറ്റാലിറ്റി ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ ആ ഒരു ആക്സിഡന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് ദാറ്റ് ഈസ് നിയർ മിസ്, അതിന്റെ പിന്നിലുള്ള ഇമ്മീഡിയറ്റ് കോസസുകളെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇമ്മീഡിയറ്റ് കോസസുകൾ ഈസി ആയിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് ആയിട്ടില്ല, അതിന്റെ റൂട്ട് കോസസുകൾ കൂടെ കണ്ടെത്തണം. അതാണ് അതിന്റെ മാനേജ്മെന്റ് ഫെയിലിയേഴ്സ്. ആ മാനേജ്മെന്റ് ഫെയിലിയേഴ്സ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർവിഷൻ ഇല്ലാത്തതായിരിക്കാം, ട്രെയിനിങ് ഇല്ലാത്തതായിരിക്കാം, റിവ്യൂ ഇല്ലാതായിരിക്കാം, ആക്റ്റീവ് മോണിറ്ററിംഗ് ഇഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, ഇൻസ്പെക്ഷന്റെ കുറവായിരിക്കാം, ഓഡിറ്റിങ്ങിന്റെ കുറവായിരിക്കാം. ഇങ്ങനെ ഇതിന്റെ മാനേജ്മെന്റ് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് കോസസുകൾ മനസ്സിലാക്കി അതിനുള്ള കൺട്രോൾസുകൾ വർക്ക് പ്ലേസിൽ ഇഫക്റ്റീവായിട്ട് റെമഡിയൽ ആക്ഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും
ഒരിക്കലും നെക്സ്റ്റ് ആക്സിഡന്റ് ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ നമുക്ക് ഈ ആക്സിഡന്റ് പ്രിവെന്റ് ചെയ്യാമായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ കറക്റ്റായി, അതിന്റെ ആൻസർ കറക്റ്റായി. ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നോ? എനിവൺ പ്ലീസ്. ഈ റൂട്ട് കോസിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഇതിലെ മെയിൻ പോയിന്റ് എന്ന് ചിന്തിച്ചിരുന്നോ? മാനേജ്മെന്റ് ഫെയിലിയേഴ്സും റൂട്ട് കോസും കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്സ്. ഓക്കെ, അപ്പൊ അത് ഫോക്കസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. സോ ലെറ്റ്സ് സീ. Several near misses have been occurring in this showroom, but none of them have been reported and investigated. That's the situation. Near misses when rushing the job done, using mobile phone while driving, and speeding to show off are common in the workplace. എപ്പോഴൊക്കെയാണ് നിയർ മിസ് അവിടെ നടക്കുന്നത്? റഷിംഗ് ദ ജോബ് ഡൺ. അപ്പോൾ ആ ഒരു വാക്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആ ഒരു സമയത്ത് നടക്കുന്ന നിയർ മിസ്സിന്റെ റൂട്ട് കോസുകൾ എന്തൊക്കെയായിരിക്കും, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. യൂസിങ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്, അപ്പൊ അതിന്റെ റൂട്ട് കോസ് എന്തായിരിക്കും? സ്പീഡിങ് ടു ഷോ ഓഫ്, അതിന്റെ റൂട്ട് കോസ് എന്തായിരിക്കും? Okay, the sales supervisor, the sales apprentice has a history of disobeying safety instruction and witnessed in many near misses. All the time, the person involved in the near miss is blamed and warned. No any further actions are taken. This is the reason why near misses happening again and again. The repetition of the near misses would result in occurring accidents for sure. It's said in many accident causation theories. വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെൻറിച്ചിന്റെ ആക്സിഡന്റ് കോസേഷൻ തിയറി വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഒന്ന് പറയാം. ബട്ട് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ വേർഡ് ലിമിറ്റ്. The organization can determine the immediate and underlying or root causes of the incident by investigating these near misses. This will also provide an opportunity for management to evaluate their active control system themselves. Unsafe acts and unsafe conditions are easily identified. That is immediate causes. Action against the immediate causes are easy and simple, whereas those immediate causes arise from root causes, which is management failure. Those management failures like deficiency in supervision offered to the worker, especially over a young apprentice since they are vulnerable, can be discovered. അതുപോലത്തെ ഒരുപാട് കാര്യം കണ്ടെത്താൻ പറ്റും. The majority of the workplace mistakes are made by young and inexperienced individuals who are under poor supervision. There is an apparent shortage of skilled or competent personnel in this car sales dealership, which sees a lot of business. Apart from the head of sales and MD, there is just one senior salesperson and one apprentice. Near misses caused by work stress would have highlighted this inadequacy in human resources. Other management failures like lack of training, lack of active monitoring, like lack of inspection, lack of audit, can be identified and rectified so that the recurrence of near misses and future accidents can be prevented. See, by carrying out the investigation involving the workers, it is an indirect training to them on impacts of their unsafe practice, so they will understand it and they will correct it in future. The investigation of near misses will reveal top management's leadership and dedication. As a result, the MD or head of sale will be more involved in the daily activities of the showroom, such as giving toolbox talk. Near miss investigations boost employee morale by demonstrating the company's commitment to worker safety. Offenders who are punished are less likely to repeat their mistakes and are more likely to are there not to do so. As a result, investigating the near misses and taking action could have prevented this wrist fracture accident. See, ഇങ്ങനെയാണ് ആ ഒരു ആൻസർ എഴുതേണ്ടിയിരുന്നത്. ഇതിൽ വേറെ എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടോ? എനി പോയിന്റ്? ഇല്ല. സോ for that,
ടാസ്ക് 7 ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചത്. 20 മാർക്കിനാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചത്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. സേഫ്റ്റി കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. കാര്യം ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം 2020 ഓഗസ്റ്റിനാണ് ആദ്യമായിട്ട് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്തത്. ശേഷം 2 മാസം കൂടുമ്പോൾ എക്സാം നടത്തി. ഈ 2022 മാർച്ച് മുതൽ ഓരോ മാസവും എക്സാം നടത്താനാണ് നിബോഷ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം പലപ്പോഴും എനിക്കൊന്ന് ഒരു പേപ്പർ അല്ലെങ്കിൽ 2 പേപ്പർ ഒഴിച്ച് എല്ലാ പേപ്പേഴ്സിലും ഈ കൾച്ചർ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. 2020 ഓഗസ്റ്റിലെ ടാസ്ക് 5, 2020 ഒക്ടോബർ ടാസ്ക് 3, 2021 ഫെബ്രുവരി ടാസ്ക് 6, 2021 ഏപ്രിൽ ടാസ്ക് 2, 2021 ജൂൺ ടാസ്ക് 4, 2021 ഒക്ടോബർ ടാസ്ക് 5, 2021 ഡിസംബർ ടാസ്ക് 2, 2022 ഫെബ്രുവരി ടാസ്ക് 7. ഞാനത് വായിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വായിച്ചത്. അപ്പൊ ഏതായാലും അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം നിങ്ങളുടെ ആൻസറിൽ. സോറി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിലും ഈ കൾച്ചർ ഒരു പക്ഷേ പോസിറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റർ ആയിരിക്കും, നെഗറ്റീവ് കൾച്ചർ ഇൻഡിക്കേറ്റർ ആയിരിക്കും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. നിങ്ങൾക്ക് അറിയും അതിൻ്റെ ട്രിക്കൊക്കെ. ഞാൻ ഏതായാലും ഇവിടെ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് അത് വായിക്കാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ ടൈം കളയുന്നില്ല. 5 നെഗറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ് ഓക്കെ, 15 മാർക്കിനാണ് ചോദ്യം. ഒരു 20 മാർക്കിനാണ് ചോദ്യം അല്ലേ? അപ്പൊ 20 പോയിന്റ്സുകളെങ്കിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സിമ്പിൾ പോയിന്റാണ്, ഞാനത് വായിക്കുന്നു. ഇനി അടുത്തത് 8ാമത്തെ ടാസ്ക്. ഇതൊരു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കുറച്ചൊരു ഡിഫിക്കൽട്ടി അല്ല, ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ 1ാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ ചലഞ്ചിങ് ആയിരുന്നു. 8ാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി ഒരു അനലൈസിങ് ചെയ്യാനൊക്കെ പവറുള്ള ആളുകൾ നല്ല രീതിയിൽ ആൻസർ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് വെക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. അതൊഴിച്ച് ബാക്കി ക്വസ്റ്റ്യൻ ഒക്കെ ഡയറക്റ്റ് സിമ്പിൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒരു 20 മാർക്ക് അല്ലെങ്കിൽ ഒരു 15 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ക്വൈറ്റ് ചാലഞ്ചിങ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ അതും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എവരിവൺ ദി ഓർഗനൈസേഷൻ നോസ് ദെയർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. കമന്റ് ഓൺ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ റിലേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ഇൻ ദ കാർ ഷോ. ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നതിനെ കുറിച്ച് കമന്റ് ചെയ്യാനും ചോദ്യം. യു ഷുഡ് ഫോക്കസ് ഓൺ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് നോട്ട് ദ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലല്ല നിങ്ങളുടെ ഫോക്കസ് വേണ്ടത്. നോട്ട് എന്തിലാ വേണ്ടത്? റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഫോക്കസ് വേണ്ടത്. ഒരു വേറെ നോട്ട് കൂടെ ഉണ്ട്. യു ഷുഡ് സപ്പോർട്ട് യുവർ ആൻസർ വേർ അപ്ലിക്കബിൾ യൂസിംഗ് റെലവന്റ് ഇൻഫർമേഷൻ ഫ്രം ദി സെനാരിയോ. ഓക്കെ, 10 മാർക്കിലാണ് ചോദ്യം. ഇത് നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ എഴുതാൻ പോകുന്നത്? പെട്ടെന്ന് പറയാം. പാരഗ്രാഫ് ഓർ ബുള്ളറ്റിൻ? പാരഗ്രാഫ് ആണ് ബെറ്റർ. ബിക്കോസ് കമന്റ് എന്നുള്ളൊരു ഭാഗമുണ്ട്. ഒരാളെ നമുക്ക് ഒരു കാര്യത്തെ കമന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പാരഗ്രാഫ് ആക്കി പറയുന്ന. നിങ്ങളുടെ ആൻസറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എങ്ങനെയാണ് നിങ്ങൾ ഈ ആൻസർ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്? റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒന്നും കൂടി വായിച്ചു നോക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ രണ്ടും നോട്ട് എന്ന് പറഞ്ഞുകൊണ്ടേ മാനേജ്മെന്റ് സിസ്റ്റത്തിന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ അങ്ങോട്ട് ഇത് വരും. ഓക്കെ, എന്റെ ചോദ്യം ഞാൻ ഒന്ന് മറിച്ച് ചോദിക്കാം. ഇത് ഏത് ലേണിംഗ് ഒബ്ജക്റ്റീവിന്റെ അണ്ടറിലാണ് ചോദ്യം വരുന്നത്? ഇത് തേർഡ് അല്ല ഫസ്റ്റ് എലമെന്റിന്റെ അണ്ടറിലും സെക്കൻഡ് എലമെന്റിന്റെ അണ്ടറിലും. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് എലമെന്റിന്റെ അണ്ടറിലും സെക്കൻഡ് എലമെന്റിന്റെ അണ്ടറിലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എലമെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഓഫ് പീപ്പിളിന്റെ ഡ്യൂട്ടീസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് പറഞ്ഞ ഓർമ്മയില്ലേ? അതും മാത്രമല്ല, 2ാമത്തെ എലമെന്റിൽ നമ്മൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഇഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോളിസി സെറ്റപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് പോളിസിയുടെ 2ാമത്തെ സെഷൻ ഓർഗനൈസേഷൻ സെക്ഷൻ ഓർക്കുന്നുണ്ടോ?
അവിടെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ 2 ലേണിംഗ് ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിലാണ് ഇത് ആൻസർ എഴുതേണ്ടിയിരുന്നത്. എന്തൊക്കെ ആയിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ഇത് ക്വൈറ്റ് ചലഞ്ചിങ് തന്നെയാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഒരു കമന്റും ഇല്ലേ നിങ്ങൾക്ക് പറയാനായിട്ട്? ഞാൻ പറയാം. ഈ കമന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തോന്നിയ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിന്റെ പോസിറ്റീവ് കാര്യങ്ങളും അതിന്റെ നെഗറ്റീവ് കാര്യങ്ങളും അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കമന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ പറ. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അതിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ട് നിങ്ങൾക്ക്? ഓരോരുത്തരുടെയും റോൾസ് എഴുതി കൂടാ. MDയുടെ റോൾസ് അങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ട് ആദ്യം അതിൽ MDയുടെ അല്ലെങ്കിൽ മറ്റേ ഹെഡ് ഓഫ് സെയിൽസിന്റെ ഒക്കെ റോൾസ് എന്താന്നുള്ളത്, റെസ്പോൺസിബിലിറ്റി എന്താന്നുള്ളത്. ഓക്കെ, ഇവിടെ അയാളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ത് വരണമായിരുന്നു എന്ന് എഴുതാം, എന്നിട്ട് അത് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എഴുതാം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതെ അതെ, ആദ്യം അത് എഴുതിയതിനു ശേഷം പിന്നെ വയലേറ്റ് ചെയ്ത കാര്യങ്ങൾ എഴുതാം. അപ്പൊ ഒരുപാട് വേർഡായി പോവോ? 10 മാർക്കിനാണ് ചോദ്യം. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ലൊരു അപ്രോച്ചാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൺവിൻസിങ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. ആ, കേൾക്കാം, പറഞ്ഞോളൂ. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റോൾസിന് ഒരു പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. അതിനെ കുറിച്ചല്ലേ നമ്മൾ ആദ്യം എഴുതണ്ടേ? യെസ്, അത് നല്ലൊരു കാര്യമാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടില്ല. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഐ അഗ്രി. പിന്നെ എനിക്ക് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. സുൽഫിക്കർ പറഞ്ഞു ആ നെഗറ്റീവ് പോയിന്റ് ആണ് ആദ്യം എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അഗ്രി ചെയ്യും. വേറൊരു ആള് ഇപ്പൊ ഫാസിൽ പറഞ്ഞു ഫസ്റ്റ് എഴുതേണ്ടത് പോസിറ്റീവ് പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ അതും ഞാൻ അഗ്രി ചെയ്യും. ഇതിനൊരു കറക്റ്റ് ആൻസർ വേ ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ എഴുതാൻ പറ്റും അതാണ് എഴുതേണ്ടത്. പക്ഷെ അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കണം? അത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതൊരു കാര്യമാണ്. ആ സിനാരിയോയില് വളരെ വ്യക്തമായിട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിന്റെ നെഗറ്റീവ് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് ഒന്നുകൂടി പറയാൻ പറ്റും? എനിക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും? എന്തൊക്കെയാണ്? പറഞ്ഞോളൂ. നെഗറ്റീവ് പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹെഡ് ഓഫ് സെയിൽസിനെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ റോള് ഏൽപ്പിച്ചിരുന്നു MD. ആ, പിന്നെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ സുൽഫിക്കാർ? ഒരാളെ റോൾ ഏൽപ്പിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല, കോമ്പിറ്റന്റ് ആയിട്ടുള്ള പേഴ്സൺ അല്ലല്ലോ. അതാണ് അവിടുത്തെ നെഗറ്റീവ് പോയിന്റ്. ഗുഡ്. അയാൾ ട്രെയിൻഡ് അല്ല, അയാൾ കോമ്പിറ്റന്റ് അല്ല, അങ്ങനത്തെ ഒരാളെ പിടിച്ചിട്ടാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡ്യൂട്ടീസ് ഒക്കെ ഏൽപ്പിച്ചിരുന്നത്. അത് ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കമന്റ് ആണ്. പിന്നെ MD ഫോക്കസ്ഡ് ഓൺ ഓൺലി ടാർഗറ്റ് അച്ചീവിംഗ്, സെയിൽസ് ടാർഗറ്റ് അച്ചീവിംഗ്. അതിൽ മാത്രമാണ് അവരുടെ ഫോക്കസ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഗുഡ്, ഒരു കാര്യമാണ്. പിന്നെ വർക്കേഴ്സ് എല്ലാം അണവേറാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താന്നുള്ള കാര്യത്തില് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതും ഇതിന്റെ പാർട്ടാണ്. വെരി ഗുഡ്, അതാണ് ഒരു റെലവന്റ് പോയിന്റ്. പിന്നെ ഇത് പറയാൻ പറ്റും സാറേ, മറ്റേ മൈനർ ആയിട്ടുള്ള 17 വയസ്സുള്ള ആൾക്കാരെ ഡ്യൂട്ടിക്ക് എടുത്തിട്ട് അതിനകത്ത് ഹോഴ്സ് പ്ലേ നടത്തിയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. കാര്യം 17 വയസ്സ് അല്ലെങ്കിൽ യങ് പേഴ്സണെ ഒരിക്കലും ഡേഞ്ചറസ് ആക്ടിവിറ്റീസ്, ഡേഞ്ചറസ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹൈ റിസ്ക് ആക്ടിവിറ്റീസിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അയാള് ഹൈ റിസ്ക് ആക്ടിവിറ്റി, ഇവിടെ വലിയ ഹൈ റിസ്ക് ആക്ടിവിറ്റി ഒന്നും പറയാനില്ല, ബട്ട് നമുക്ക് എന്ത് പറയാം, ഈ കാർ ഡ്രൈവിംഗ് അതിന് ഇയാൾ ഉപയോഗിക്കരുത് എന്ന് തന്നെ പറയാം. അതിനെന്ത് വേണം? പറഞ്ഞോളൂ. ആ, അത് മറ്റൊരു അയാളുടെ ഡ്യൂട്ടീസ് വയലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണത്. അത് പറയാം. ഏതായാലും ഇവിടെ പറഞ്ഞോളൂ. അല്ല, നെക്സ്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ പറയോ, അതും കൂടെ ആഡ് ചെയ്യാം. ലാസ്റ്റ് ഇത് പിന്നെ മറ്റേ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോ അത് മൂടി വെക്കുകയും അത് കൂടാതെ അത് ബൈക്കിൽ നിന്ന് വീണതാണെന്ന് മറച്ചു വെച്ച് പറയാനും പിന്നെ അതിന് വലിയൊരു കൊടുത്തിട്ടില്ല. പറയാം. ഓക്കെ, ഇനി ഞാൻ
എങ്ങനെയാണ് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ട് എഴുതേണ്ടതെന്ന് പറയാം. അത് ഞാൻ പറഞ്ഞു ലേണിംഗ് ഒബ്ജക്റ്റീവ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഏതൊരു ചോദ്യം ചോദിക്കുമ്പോഴും ഈ ലേണിംഗ് ഒബ്ജക്റ്റീവിന് അണ്ടറിലുള്ള പോയിന്റ്സുകളാണ് എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ എലമെന്റിലെ ലേണിംഗ് ഒബ്ജക്റ്റീവ്, ഐ തിങ്ക് മൂന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഒന്നാമത്തെ എലമെന്റിൽ ഈ കാര്യം പറയുന്നത് ഡിഫറെന്റ് ഓർഗനൈസേഷന്റെ അല്ല ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ കാര്യം. അതിൽ അവരുടെ റോള്, ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ റോളുകളെ കുറിച്ചും മിഡിൽ മാനേജ്മെന്റിന്റെ റോളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ കാര്യമൊക്കെ ഇതിൽ ചെറുതായിട്ട് വരണം. അതുപോലെ തന്നെ രണ്ടാമത്തെ എലമെന്റിലെ രണ്ടാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവിൽ പറയുന്ന ഒരു കാര്യമാണ് പോളിസി പറഞ്ഞ സമയത്ത് ഓർഗനൈസേഷൻ അറേഞ്ച്മെന്റ്സുകളൊക്കെ ചെയ്യണം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡ്യൂട്ടീസ് ഉള്ള ഓർഗനൈസേഷൻ അറേഞ്ച്മെന്റ് വേണമെന്നുള്ളത്. അപ്പൊ ഒരു ആൻസർ ചെയ്യുന്ന നല്ല രീതി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ കമ്പനിയിൽ ഒരു ഓർഗനൈസേഷണൽ ഹൈറാർക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു ഓപ്പറേഷണൽ ഹൈറാർക്കി വെൽ ഡെവലപ്ഡ് ആണ്. ഒരു MD ഉണ്ട്, ഒരു ഹെഡ് ഓഫ് സെയിൽ ഉണ്ട്, അതിൻ്റെ കീഴിൽ സെയിൽസ് സൂപ്പർവൈസർ, അപ്രന്റീസ്, സീനിയർ സെയിൽസ് പേഴ്സൺ. അപ്പോൾ ആ ഒരു എന്തുണ്ട്, ഹൈറാർക്കി ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈറാർക്കി വെൽ ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല സെയിൽസ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഫോക്കസ് എന്തിലാണ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലാണ്. നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പോയിന്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്കറിയാം. സ്റ്റിൽ അവിടെ ഒരു സീനിയർ സെയിൽ പേഴ്സൺ അപ്പോയിന്റ് ചെയ്യണം. അത് ടോപ്പ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ഈ ഒന്നാമത്തെ എലമെന്റിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു ഡ്യൂട്ടി ഇയാൾ ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു ഫോക്കസിലേക്ക് വരണം. എന്ത്, HSC സീനിയർ പേഴ്സൺ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് ലെവൽ, ഇപ്പൊ ഹെഡ് ഓഫ് സെയിൽ, MD, സെയിൽസ് പേഴ്സൺ, സെയിൽസ് സൂപ്പർവൈസർ, ഇവരുടെയൊക്കെ ഓരോരുത്തർക്കും അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അലൊക്കേറ്റ് ചെയ്തു കൊടുക്കണം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവരുടെ അതോറിറ്റി എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്യണം. അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവിടെ ഒരു കാര്യം നമുക്ക് പറയാം, ഒരു പോസിറ്റീവ് കാര്യം, ഫയർ മാർഷൽ ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട് ആരെ, സെയിൽസ് സൂപ്പർവൈസറെ. അങ്ങനെ ഓരോ ഡ്യൂട്ടീസും ഇവർക്ക് എന്ത് ചെയ്യണം, അപ്പോയിന്റ് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതിവിടെ ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ല, ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ MD ചെയ്തു തീർക്കാനുള്ള ഒരുപാട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നേരത്തെ ഇവൻ പറഞ്ഞ അപ്രോച്ച്, ഫാസിൽ പറഞ്ഞിട്ടുള്ളൊരു അപ്രോച്ച്. അപ്പൊ MDക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടില്ല. അതിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിന് പകരം MD ഇത് ചെയ്തിട്ടില്ല എന്നുണ്ട് നേരെ പറയാം. അപ്പൊ MD ചെയ്യാനുള്ള ഒരു കാര്യമാണ് വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ള പോളിസി സെറ്റപ്പ് ചെയ്യണം അല്ലെ. നമ്മൾ ഒന്നാമത്തെ എലമെന്റ് ഡിസ്കസ് ചെയ്ത ലീഗൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള പോളിസി ക്ലിയർ ആയിട്ട് സെറ്റപ്പ് ചെയ്യണം. അത് നമുക്ക് സിനാരിയോയിൽ എവിടെയും പറയുന്നില്ല, അല്ലെങ്കിൽ ഇൻഎഫക്റ്റീവ് പോളിസി പറ്റിയാണ് ത്രൂ ഔട്ട് സിനാരിയോ പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്ലിയർ പോളിസി സെറ്റപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ആളുടെ റോളാണ്, അല്ലെങ്കിൽ MDയുടെ ടോപ്പ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ് കൺസൾട്ടേഷൻ ചെയ്യണം എന്നുള്ളത്. There is no arrangement for consultation in this organization. ഇവിടെ ഡയറക്റ്റ് കൺസൾട്ടേഷൻ ചെയ്യണം. കുറച്ച് വർക്കേഴ്സ് ആണ്, അതുകൊണ്ട് കുറച്ച് വർക്കേഴ്സ് ഉള്ള സ്ഥലത്ത് ഡയറക്റ്റ് കൺസൾട്ടേഷൻ ആണ് വേണ്ടത്, ത്രൂ റെപ്രസെന്റേറ്റീവ് അല്ല. ഓക്കെ, വർക്കർ റെപ്രസെന്റേറ്റീവിനൊന്നും സെലക്ട് ചെയ്യേണ്ട, ഇതാകെ 8-10 പേരുള്ളൂ വർക്ക് പ്ലേസിൽ. അപ്പൊ ഡയറക്റ്റ് തന്നെ MDക്ക് കൺസൾട്ട് ചെയ്യും. അതിന് MD ഇവിടെ ഇല്ലല്ലോ, MD വേൾഡ് ടൂറിലാണ്, അല്ലെങ്കിൽ ഓപ്പറേഷനിലൊന്നും എൻഗേജ് ആകുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം, അത് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വയലേറ്റ് ചെയ്യുന്നതിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ ടോപ്പ് മാനേജ്മെന്റിന്റെ കാര്യമാണ്. ഇപ്പൊ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം, ഡീറ്റെയിൽഡ് TBT കൊടുക്കണം, ഡീറ്റെയിൽഡ് ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കണം, അഡ്വാൻസ്ഡ് ട്രെയിനിങ് കൊടുക്കണം, റിഫ്രഷ്മെന്റ്. ഇതൊന്നും അവിടെ ഇല്ല. അതൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻഎഫക്റ്റീവ് ആയതിന്റെ കാരണങ്ങളാണ്, MD ചെയ്യാത്തതിന്റെ കാരണങ്ങളാണ്. അതുപോലെ തന്നെയാണ് സെയിൽസ് സൂപ്പർവൈസറുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, സെയിൽസ് സൂപ്പർവൈസർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. അയാളുടെ ഡ്യൂട്ടി നമ്മൾ ഒന്നാമത്തെ എലമെന്റ് ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ ഓപ്പറേഷൻ ലൈക്ക് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ സേഫ് സിസ്റ്റം ഓഫ് വർക്കിന്റെ പ്രകാരമാകണം. അത് ഇയാളുടെ ഒരു ഡ്യൂട്ടിയാണ്, അയാളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് വർക്ക് പ്ലേസ് നടക്കുന്നില്ല. നിങ്ങൾ കണ്ടതാ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, സ്പീഡ് ഡ്രൈവിംഗ് നടത്തുന്നു, റാഷ് ഡ്രൈവിംഗ് ആണ്. ഇതൊക്കെ എന്താ അർത്ഥം? ഇതിന്റെ അർത്ഥം അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം സേഫ് സിസ്റ്റം ഓഫ് വർക്കിലാണെന്ന് ഇയാൾ ഉറപ്പുവരുത്തുന്നില്ല. സോ ദാറ്റ്സ് എ
റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻഎഫക്റ്റീവ് ആയതിന്റെ കാര്യമാണ്. ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യണം, അത് അയാളുടെ റോളാണ്, അയാളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അയാളുടെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി നടക്കുന്ന ആക്സിഡന്റുകൾ അത് വയലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ഉള്ള എക്യുപ്മെന്റുകളൊക്കെ സേഫ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തണം, അത് നോക്കുന്നില്ല. ദെൻ കോമ്പിറ്റന്റ് പേഴ്സൺ, ഫയർ മാർഷൽ ട്രെയിൻഡ് ആയിട്ടില്ല, അത് അയാളുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻഎഫക്റ്റീവ് ആക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ആക്സിഡന്റിനുള്ള അറേഞ്ച്മെന്റ്സുകളില്ല, അത് ഒരു റോളാണ്. എന്ത് ആക്സിഡന്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അതിന്റെ ഡാറ്റ കീപ്പ് ചെയ്യണം, അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളത് മാനേജ്മെന്റിന്റെ റോളാണ്. അത് എന്തെയില്ല ചെയ്യുന്നില്ല. അപ്രന്റീസിന്റെ കേസിലേക്ക് വന്നാൽ അയാളുടെ ഡ്യൂട്ടിയാണ്, അതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ആക്സിഡന്റ് നിയർ മിസ് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം, അയാളുടെ ഔദാര്യമല്ല. ആ റെസ്പോൺസിബിലിറ്റി ഒന്നും ചെയ്യുന്നില്ല, മീറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് അത് കമന്റ്. ഇനി നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രെയിനിങ്ങും സൂപ്പർവിഷനും പ്രത്യേകിച്ച് ആക്സിഡന്റ് റിപ്പോർട്ടിങ്ങിലൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഇവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നും കമന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് വായിക്കാം. The car sales showroom has an operational hierarchy through which the sales of old and new cars are done. So sales of new and old car done at that too in very good rate. നല്ലൊരു ഓപ്പറേഷണൽ ഹൈറാർക്കി ഉള്ളത് കൊണ്ടാണ് അവിടെ സക്സസ്ഫുള്ളി സെയിൽ നടക്കുന്നത്, അല്ലെ? അവർ ടാർഗറ്റ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അത് നല്ല സെയിൽ നടക്കുന്നുണ്ട്. പിന്നെ MD is the head of the showroom and all other employees report to them. അപ്പൊ ആ ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെ? MDയോട് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം, സെയിൽസ് സൂപ്പർവൈസറോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഹൈറാർക്കി, ഓപ്പറേഷണൽ ഹൈറാർക്കി, ഓർഗനൈസേഷണൽ ഹൈറാർക്കി ഡെവലപ്ഡ് ആണ്. അതൊരു നല്ല കമന്റാണ്. ദർ ഇസ് എ ഹെഡ് ഓഫ് സെയിൽസ്, സെയിൽസ് സൂപ്പർവൈസർ ആൻഡ് വർക്കേഴ്സ്. MD often delegates their duty to the head of sales, അല്ലെ? അയാൾ പോകുന്ന സമയത്ത് അയാളുടെ ഡ്യൂട്ടീസ് ഒക്കെ എന്താവുന്നുണ്ട്, മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. The members of the showrooms are not educated about the roles and responsibilities. This has resulted in overall reduction in effectiveness of health and safety system. Consider that top management, the MD being the employer, should be responsible for overall health and safety of the showroom. But in reality, they are very often detached from the showroom operation, delegate the responsibility to the head of sale. The MD has not effectively performed their responsibilities like ensuring an effective training system for employees, conducting worker consultation program, providing health and safety arrangements. Because of omissions, the leadership and commitment of top management is not visible. In addition to that, you can say that the health and safety policy is not developed and not implemented at the workplace, since this is the duty of or responsibilities of top management. The next in line is the head of sale. They are also part of the top management, and the MD often delegates their responsibility to the head of sale. The MD has also made head of sale the responsible person for health and safety matters. It is their responsibility to ensure health and safety management is functioning effectively. However, the head of sale has not received any formal training in health and safety matters, and it's completely incompetent person for the job. The effectiveness of responsibility is very much low. The sales supervisor, who is responsible for safety of all workers employed under them, is also the fire marshal of the showroom. Unfortunately, they are unaware of the roles and responsibilities of either function and are unable to show an effectiveness in both the cases. Young apprentice gets injured while they were working under the supervisor. When an accident or incident takes place, the supervisor should promptly report it. The sales supervisor not only fails the responsibility, but also casts a negative influence on the young apprentice. They also fail to enforce the rules of workplace and check if the work is carried out as per the safe system of work. Workers have the responsibility to ensure the safety of their own safety and that of others. Even though the senior salesperson fulfills his responsibility decently, the young worker fails to miss this and ends up injuring themselves. അതായത് സെയിൽസ് സൂപ്പർവൈസർ, സീനിയർ സെയിൽസ് സൂപ്പർവൈസർ അയാളുടെ ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അതും നമ്മൾ കമന്റ് ചെയ്യണം. അയാള് അവിടുത്തെ സേഫ്റ്റി കുറിച്ച് കൺസേൺ ആണ്, അയാൾ റിപ്പോർട്ട് ചെയ്യുന്നു ടോപ്പ് മാനേജ്മെന്റിനെ, അയാളെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊരു എഫക്റ്റീവ്നെസ്സിനെയാണ് കാണിക്കുന്നത്. അതേസമയം ഒരുപാട് ഇൻഎഫക്റ്റീവ്നെസ് അവിടെ ഉണ്ട്. ദ യങ് വർക്കർ ഓൾസോ റിലക്ടന്റ് ടു റിപ്പോർട്ടിംഗ് ദ ഇൻസിഡന്റ് ആൻഡ് ഹൈഡ്സ് ദ റീസൺ ഫോർ ഇഞ്ചുറി. ഇൻ ബോത്ത് കേസസ് ദേ ഹാവ് ബ്രീച്ച്ഡ് ദെയർ ഓൺ
obligation. To conclude, the effectiveness of roles and responsibility in relation to health and safety management is poor. This is mainly because of top management's poor commitment and leadership. This has resulted in the reduction of workplace morale and increased incident in the car showroom. See, ഇങ്ങനെ എഴുതണമായിരുന്നു ആൻസർ. ഇത് ടോട്ടൽ വേർഡ് കൗണ്ട് 3288 ആണ്. മാക്സിമം നിങ്ങൾക്ക് 3300 വരെ എഴുതാം. ഇവിടെ റെഫർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് റിവിഷൻ നോട്ട്സ്, കോഴ്സ് മെറ്റീരിയൽ, ILO കൺവെൻഷൻ 155, ILO റെക്കമെൻഡേഷൻ 164. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം, നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ പ്ലാജറിസത്തിന് സോഫ്റ്റ്വെയർ ഡിറ്റക്ട് ചെയ്താൽ നിങ്ങളെ മാൽ പ്രാക്ടീസ് പോളിസി പ്രകാരം ട്രീറ്റ് ചെയ്യും. സോ ബി കെയർഫുൾ. ഇനി ഇങ്ങനെയാണ് ആൻസർ എഴുതി. ഇത് വേർഡ് ഫയലിലായിരിക്കും. ഐ റെക്കമെൻഡ് യു ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു PDF ഫയൽ. PDF ആയി കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ PDF-ന് റീനെയിം ചെയ്യേണ്ടത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പോയി കാണണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. എനിവേ, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ഇനിയും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഗുഡ് ബൈ.